الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. പറഞ്ഞു വരുന്നത്, നീട്ടിവലിച്ച് സംസാരിക്കുകയാണെങ്കിൽ പല ആഴ്ചകൾ നീട്ടിവലിച്ച് പറയാൻ മാത്രം കൊഴുപ്പുള്ളതായ സബ്ജക്റ്റാണ് വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ എന്ന പദം. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ഇസ്ലാമിക് വിഷയമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ. എന്തുകൊണ്ട്? ഇസ്ലാമിൽ ഹിസ്ബ എന്ന പേരിൽ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബ എന്നത് നമ്മുടെ ഇമാമുകൾ രചിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് പലരും അതേ തലക്കെട്ട് നൽകിയിട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാരിലും പഴയ പണ്ഡിതന്മാരിലും അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്ന തലക്കെട്ടിൽ തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ കടന്നാൽ ഒഴുകുന്നതായിട്ട് കാണാം. അറബി ഭാഷയിൽ ഈ സബ്ജക്റ്റിൽ ധാരാളം ഗ്രന്ഥങ്ങളും ധാരാളം രചനകളും ധാരാളം പ്രസംഗങ്ങളും ധാരാളം വിശദാംശങ്ങളും ഷർഹുകളും ഇതേ സബ്ജക്റ്റിൽ. അപ്പോൾ വളരെ കൊഴുപ്പുള്ള വിഷയം. അതേ സമയത്ത് പ്രാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ഭാഗങ്ങൾ എത്ര ശതമാനമുണ്ട് എന്നത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 0 എന്ന് പറയുന്നില്ല, എങ്കിലും 0യിലേക്ക് അടുത്തിട്ടുണ്ട്. 0 എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അത് 0യോട് അടുത്തിരിക്കുകയാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ. അതിനെ അത്രമാത്രമേ വില നൽകിയിട്ടുള്ളൂ മുസ്ലിങ്ങൾ എന്നിട്ട് നല്ലൊരു ശതമാനം. എന്താ ഹിസ്ബ എന്ന് പറഞ്ഞാൽ? കൂലി വാങ്ങാതെ, ഇഹ്തിസാബിൽ കൂലി വാങ്ങാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്നതായ ഒരു ഡ്യൂട്ടിയായി പണ്ട് തന്നെ കണ്ടതാണ്. അങ്ങനെയുള്ളൊരു വകുപ്പ് തന്നെ നിർണയിച്ചിട്ടുണ്ട് ഇസ്ലാമിക ഭരണകൂടം പണ്ട് തന്നെ. അതിനായി ആൾക്കാർ, അതിനായി വേലക്കാർ, അതിനായി ജോലിക്കാർ. എന്താണ് പ്രവർത്തനം? അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ഇവിടെ എന്താണ് അതിന് പറയുക? ആ വകുപ്പിന് പരിചയമില്ലേ? അൽ ഹൈഅത്തുൽ അംർ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ബഖീ എന്ന ഖബർസ്ഥാനത്തിൻ്റെ അവസാന ഭാഗത്തിൽ വലിയൊരു മൈതാനമുണ്ട്. ഈ അടുത്ത കാലഘട്ടമായിട്ട് കഴുത്ത് വെട്ടപ്പെടൽ അവിടെയാണ്. ആ മൈതാനത്തിൻ്റെ മുമ്പിലുള്ള വലിയ കെട്ടിടത്തിൻ്റെ മീതെ ബോർഡ് നോക്കിയാൽ ഇവിടുത്തെ ഹെഡ് ഓഫീസാണ് അവിടെ എന്ന് നിങ്ങൾക്ക് കാണാം. ഹൈഅത്തുൽ അംറു ബിൽ മഅറൂഫ്, മദീനയുടെ ഹെഡ് ഓഫീസ് അവിടെയാണ്. മനസ്സിലായില്ലേ സംഗതി? അതാണ് പണ്ട് കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ഹിസ്ബത്തി എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചതായ സബ്ജക്റ്റ് പ്രാക്ടിക്കലാക്കുന്ന വകുപ്പ്. അതുപോലെ മദീനയുടെ ഓരോ പട്ടണങ്ങളുടെ ഓരോ ഭാഗത്തിൽ അംറും ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്ന വകുപ്പ് അതിൻ്റെ കീഴ് ഘടകങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതായ ഓഫീസുകളുമുണ്ട്. നാടൻ ശൈലിയിൽ അതിനെക്കുറിച്ച് പറയാറുള്ളത് മുതവ്വ, അല്ലേ? മുതവ്വഇങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖല, മുതവ്വഇൻ്റെ ഡ്യൂട്ടി എന്നൊക്കെ പറയും. അത് ഈ കാലഘട്ടത്തിൽ കൂട്ടാക്കാതെ സംസാരിക്കുന്ന വേർഡായതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഉപയോഗിക്കേണ്ടടുത്ത് അത് ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് അർഹപ്പെട്ട പദപ്രയോഗം ആ പദത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ അർത്ഥം ഉൾക്കൊണ്ടിട്ടല്ല പറയുന്നവർ പറയാറുള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? മുത്തവ എന്ന് പറഞ്ഞാൽ മുത്തവ വന്ന് കട അടക്കുമെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര ശൈലിയാണത്, ഒരു നിസ്സാര സമീപനമാണത്. അതേ സമയത്ത് ഇസ്ലാം അതിന് നൽകിയതായ മാനദണ്ഡം അതല്ല. ഇസ്ലാം അതിന് നൽകിയതായ ശൈലി എത്രത്തോളം ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഇല്ലെങ്കിൽ ആ ഭരണകൂടം നശിക്കുമെന്ന സൂചന ഖുർആനിലുണ്ട്. അതുകൂടി ഇല്ലെങ്കിൽ ആ ഭരണകൂടം നശിക്കാൻ അത് തന്നെ മതി കാരണം എന്ന ശൈലി വരെ ഖുർആനിലുണ്ട്.
വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ ഇൻഷാ അള്ളാഹ് കേൾക്കാൻ പോകുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടിയാണത്. എന്തുകൊണ്ട്? നാം ഈ നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ, വിശുദ്ധ ഫുർഖാൻ അലീം, അതിൻ്റെ വിധി വിലക്കുകൾ, നിയമാവലികൾ, അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്ത്, അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തിനെയും അതിനെയും നടപ്പാക്കിയതായ സലഫ് സാലിഹീങ്ങൾ, അവരുടെ ജീവിത രീതി, ഇതെല്ലാം ലോകത്തിൽ നമുക്ക് നടപ്പാക്കി കിട്ടണമെങ്കിൽ അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, അൽ അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന വകുപ്പ് നടപ്പാക്കണം. എന്നാലേ അത് പ്രായോഗിക വകുപ്പിൽ പ്രായോഗിക ശൈലിയിൽ വരികയുള്ളൂ. അപ്പോൾ പ്രാധാന്യം മനസ്സിലായല്ലോ. അഥവാ നമസ്കാരം വിശുദ്ധ ഹദീസിൽ തന്നെ, തിരുവചനത്തിൽ തന്നെ കാണാം, അഥവാ ബുഖാരിയിൽ തന്നെ കാണാം, രാജാവിന് സാധിക്കും ഖുർആനിന് സാധിക്കാത്തത് എന്ന്. രാജാവിന് സാധിക്കും ഖുർആനിന് സാധിക്കാത്തത് എന്ന്. എന്താ അർത്ഥം? ഖുർആനിൽ നിയമങ്ങൾ അവിടെ ഉണ്ടായെങ്കിലും ആ നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വാളുമായി രാജാവ് രംഗത്തിറങ്ങിയില്ലെങ്കിൽ ആര് നടപ്പാക്കും? അല്ലേ? ഇപ്പോൾ ഈ കട പൂട്ടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാനെ പേടിച്ചിട്ടാ. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാവരും കട പൂട്ടുന്നത് അള്ളാനെ പേടിച്ചിട്ടല്ല, പിന്നെയോ നിയമത്തെ പേടിച്ചിട്ടാണ്. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഈ നിയമത്തെ നടപ്പാക്കുന്നവരെ പേടിക്കുന്നത് പോലെ പേടിക്കണമോ പേടിക്കേണ്ടതെന്ന് അല്ലേ എന്നല്ല വാക്കിൻ്റെ അർത്ഥം. സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് രാജാവിനെ പേടിക്കലാണ്, നിയമത്തെ പേടിക്കലാണ്. അള്ളാഹിനേക്കാളും കൂടുതൽ, അള്ളാഹുവിൻ്റെ ഖുർആനേക്കാളും കൂടുതൽ അള്ളാഹിനെ പേടിച്ചിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കൂലി ശരിക്കും കിട്ടുക. അത് വേറെ കാര്യം. പക്ഷെ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ കട പൂട്ടിയാലും ചിലർ പള്ളിയിലേക്ക് പോകില്ല. കട പൂട്ടിയിട്ട് അകത്ത് കൂടലാണ് ആര്? അള്ളാഹിനെ പേടിക്കാത്ത, നിയമത്തെ മാത്രം പേടിച്ചവർ. അള്ളാഹിനെ പേടിക്കാത്ത, നിയമത്തെ മാത്രം പേടിച്ചവർ കട അകത്തുനിന്ന് പൂട്ടാൻ തന്നെ സൗകര്യങ്ങളുണ്ട്. അകത്തുനിന്ന് പൂട്ടി കൂടാനും എന്നിട്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ അകത്തുനിന്ന് തുറക്കാനൊക്കെ സൗകര്യങ്ങളുള്ള, എല്ലാം നമുക്ക് പറയാതെ അറിയുമല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല ഇത് കടയിൽ ജോലി ചെയ്യുന്നവർ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരല്ല കേട്ടാ. കടയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം പട്ടണത്തിൽ എന്താണ് സംഭവിക്കാറുള്ളത് എന്നത്. ഖേദകരം എന്ന് പറയട്ടെ, ബുദ്ധിജീവികളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ മുൻപന്തിയിലാണ് മറ്റു ഏത് നാട്ടുകാരേക്കാളും എന്നൊക്കെ കൊട്ടിഘോഷിക്കാൻ മടിക്കാത്തതായ മലയാളികളിൽ വരേക്കും കട പൂട്ടിയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഫിലിം പൂർത്തിയാക്കാനോ പുതിയ ഫിലിം കാണാനോ ഒന്നുമല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനോ വേറെ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടി, എന്നാലും അത് ബിസിനസ് സമയത്തായിക്കൂടാതെ അത് നിസ്കാര സമയത്താവാം. ആ നമസ്കാര സമയത്തിലേക്ക് നീട്ടിവെക്കുന്നു. സോറ, ചീട്ടുകളി, ക്യാരം ബോർഡ് കളി, ഫിലിം, അശ്ലീലമോ അല്ലാത്തതോ അല്ലെങ്കിൽ പൈങ്കിളി സാഹിത്യം എന്നീ വേസ്റ്റായി മുസ്ലിം കാണേണ്ടതായ വകുപ്പുകളെ നമസ്കാരത്തിന് ടൈമിലേക്ക് നീക്കി വെച്ചിട്ട് കട പൂട്ടിയിട്ട് പോകുന്നവര് മദീനയിലും മക്കയിലും കുറവല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ മറ്റു പട്ടണത്തിലാണ് കാണാറുള്ളത്. മദീനയേക്കാൾ മക്കയേക്കാൾ ഈ രൂപത്തിൽ ചെയ്യുന്നതായ വിഭാഗത്തെ മലയാളികളിലും അല്ലാത്തവരിലും. നാം അവിടെ നിന്നൊക്കെ രക്ഷപ്പെടണം. നമ്മെക്കുറിച്ച് അറബികൾ മനസ്സിലാക്കിയ ശൈലി ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഉള്ളതാണ്. അറബികൾ മനസ്സിലാക്കിയ ശൈലിയിൽ നിന്നിട്ട് നാം താഴാതിരിക്കണം. ഇപ്പോൾ അടുത്ത പരിപാടിക്ക് ഞാൻ ബുറൈദയിൽ പോയി മടങ്ങി വന്നപ്പോൾ ഷർഖൽ ഔസത്തി എന്ന പത്രം പ്ലെയിനിന് വായിച്ചു. അതിൽ നമ്മെ വളരെ പൊക്കി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള വിദേശികൾ 7 മില്യനാണ്. അതിൽ 1.5 മില്യൺ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരാണ് ഏറ്റവും ജറായിമുകൾ കുറഞ്ഞവരും ഏറ്റവും ഇവിടെ സൗദി അറേബ്യയിൽ കൂടുതലുള്ളവരും എന്നൊക്കെ. ജറായിം എന്ന് പറഞ്ഞാൽ അക്രമങ്ങളും അനീതികളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇല്ലാന്നല്ല കേട്ടാ, കുറഞ്ഞവരവരാണ്. എനിക്കപ്പോൾ തോന്നി എൻ്റെ ഹൃദയത്തിൽ കുറഞ്ഞത് കൊണ്ടല്ല, പിടുത്തത്തിൽ പെടാത്തതുകൊണ്ടാണ്. ഇത് കുറഞ്ഞത് കൊണ്ടൊന്നുമല്ലാത്ത അവർ വിളവോടുകൂടി ചെയ്യാണ്, അതുകൊണ്ട് പിടുത്തത്തിൽ പെടാത്തതാണെന്ന് എനിക്കും തോന്നി. നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, നമ്മൾക്കറിയാലോ. പിന്നെ അതിന് തൊട്ട് പിന്നെ പറയുന്ന പാകിസ്ഥാനികളെയാണ് അവർ 8 ലക്ഷമാണ് എന്നും, അപ്പോൾ നാം 15 ലക്ഷമാണ്, അവർ 8 ലക്ഷമാണ് എന്നും. പിന്നെ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ പിന്നിട്ട് നിൽക്കുന്നതായ ജാലിയാത്ത് അത് ബംഗാളികളാണ്, അവരെ ഉയർത്തി കൊണ്ടുവരണം എന്നൊക്കെ പിന്നെ അതേ പത്രത്തിൽ സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ അറബികൾ മനസ്സിലാക്കി വെച്ച നാം അതേ രൂപത്തിൽ
നകൂനു ഇൻദ ഹുസ്നി ളന്നിനാ ബിഹിം ഔ ളന്നിഹിം ബിന ളന്നിനാ ബിഹിം എന്നല്ല ളന്നിഹിം ബിന സോറി അവർ നമ്മെക്കുറിച്ച് എങ്ങനെ നല്ല ധാരണ ധരിച്ചു ആ ധാരണയിൽ തന്നെ നാം നിൽക്കണം. അവിടെ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം എന്നതുകൂടി ഞാൻ ഉണർത്തുന്നു. ലോകമാന്യത്തിന് വേണ്ടിയല്ല, അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച നാട്ടിലേക്ക് വിസ തന്ന റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് നൽകുന്ന ടാക്സായി നിങ്ങളത് ഗണിച്ചാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതെ, അപ്പോൾ പറഞ്ഞു വരുന്നത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന വകുപ്പ് ഈ നാട്ടിൽ മാത്രമാണ് ഉള്ളത്. എവിടെ? ലോകത്തിൽ ഭരണകൂടത്തിൽ ആധികാരികമായിട്ടുള്ളത് ഈ നാട്ടിൽ മാത്രമാണ്. വേറെ എവിടെയും ആ പേരിലില്ല. ആ പേരിൽ നടത്താൻ ലോകത്തിൽ ഏത് ഭരണകൂടവും സമ്മതിച്ചിട്ടില്ല. ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും തലചൊറിച്ചലാണ്, എല്ലാവർക്കും ഇരിച്ചലാണ്, എല്ലാവർക്കും പ്രയാസമാണ്. വിദേശികൾക്ക് പ്രയാസം, ശത്രുക്കൾക്ക് പ്രയാസം. അതൊന്ന് മാറിക്കിട്ടണം ഇവിടുന്ന്. ഏത്? നിസ്കരിക്കാൻ പരിശ്രമിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, നോമ്പ് പിടിക്കാൻ അശ്ലീലങ്ങൾ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്ന, പരിശ്രമിക്കുന്ന. അതുകൊണ്ടാണ് അവരും ഇപ്പോൾ ഞെട്ടുന്നത്. ഞങ്ങൾ ഇത്രയെല്ലാം ഡിഷ് ഉണ്ടാക്കി വിട്ട്, ഇത്രയെല്ലാം അശ്ലീലങ്ങളിലൂടെയുള്ള ഫിലിംസുകൾ ഉണ്ടാക്കി വിട്ടിട്ട്, ഇതൊക്കെ അവരുടെ നാട്ടിൽ ഓരോ വീട്ടിൻ്റെ മീതെ ഡസൻ കണക്കിൽ ഡിഷ് മീതെ കയറ്റി വെച്ചിട്ടും നിസ്കരിക്കാൻ എന്തുകൊണ്ട് പള്ളിയിൽ ആൾ നിറയുന്നു? നിസ്കരിക്കാൻ ആ വീട്ടിൻ്റെ അകത്തിൽ നിന്ന് എന്തുകൊണ്ട് ആൾക്കാർ ഇറങ്ങി വരുന്നു സുബഹി നമസ്കാരത്തിന് എന്നതിൽ അവർക്ക് പ്രയാസമാണ്. അവർ അതിനെക്കുറിച്ച് അവരുടെ നാട്ടിൽ എഴുതി വിടുന്നുണ്ട്. നമ്മുടെ നാട്ടിനെ കണ്ടിട്ട് പരിഭ്രമിച്ചുകൊണ്ട് നാം അവിടുന്ന് ഉയരണം. നാം നമ്മുടെ രോമം പൊങ്ങാൻ വേണ്ടി ഞാനിത് പറയുന്നതല്ല. മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ നാം കണ്ടു റമദാനിലൂടെ എന്താ കാട്ടിയത്. ലോകം കണ്ടു റമദാൻ. ലോക മുസ്ലിങ്ങൾ എങ്ങനെയാ കൊണ്ടാടിയത്? അവർ പള്ളി ഒഴിവാക്കിയില്ല എന്ന് മാത്രമല്ല, പള്ളി ഫുള്ളായി മാറിയിരുന്നു എന്ന് മാത്രമല്ല, എത്രയോ അമുസ്ലിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പട്ടണങ്ങളിൽ മുസ്ലിങ്ങളുടെ പള്ളികൾ നിറഞ്ഞത് കാരണത്താൽ ട്രാഫിക് സ്റ്റോപ്പായിരുന്നു, ബന്ധായി പോയിരുന്നു. വലിയ വലിയ പട്ടണങ്ങളിൽ, ഡൽഹി പോലത്തെ, ബോംബെ പോലത്തെ പട്ടണങ്ങളിൽ, മക്ക മദീന പോകട്ടെ. അതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് എതിരിൽ തെളിവ് കുറിക്കുന്നത്? നമുക്ക് സാധിക്കും, കരുത്തുണ്ടെങ്കിൽ നാം തീരുമാനിച്ചാൽ നമുക്ക് അള്ളാഹുവിലേക്ക് ചെല്ലാൻ, അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ നടപ്പാക്കാൻ, അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ, അധ്വാനിക്കാൻ, മനക്കെടാൻ, എത്തിക്കാൻ വേണ്ടി വന്നാൽ കഴുത്തും കരളും എല്ലാം കൊടുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കും എന്നതിലേക്ക് തെളിവാണ്, നമുക്ക് എതിരിൽ തെളിവാണ്. നാം അത് നടപ്പാക്കിയാൽ മതി. അള്ളാഹു നമുക്കും ലോക മുസ്ലിങ്ങൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നൽകിയതായ അഡ്രസ്സിൽപ്പെട്ടതാണ് നേരത്തെ മഹാനായ ലുഖ്മാൻ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, മകനെ, അഖിമിസ്സലാ, നീ കൃത്യമായി നമസ്കരിക്കണം. അപ്പോഴോ നമസ്കരിക്കുന്ന ആളായി മാറിയ പോരാ, പിന്നെയോ നീ നമസ്കരിക്കുന്ന ആളായി മാറുന്നതോടൊപ്പം മറ്റുള്ളവരെ നീ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം മകനോട് പറഞ്ഞത് നമസ്കാരം മാത്രമല്ല, ദീനിൻ്റെ സർവ്വ ചടങ്ങുകൾ, ദീനിൻ്റെ സർവ്വ വിധിവിലക്കുകൾ അദ്ദേഹം തൗറാത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് അമൽ ചെയ്യുന്ന ആളാണ് എന്ന നിഗമനമനുസരിച്ചിട്ടാര്? ലുഖ്മാനുൽ ഹക്കീം തൗറാത്തിൽ എന്തെല്ലാം അള്ളാഹു വിധി വിലക്കുകളായിട്ട് ഇറക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് വേണം? മകനോട് പറയാണ്, എന്ത് വേണം? ഉമുറു ബിൽ മഅറൂഫ്, നന്മ ജനങ്ങളോട് ഉപദേശിക്കണം. വൻഹ അനിൽ മുൻകർ, തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കണം. അതിനപ്പുറമുള്ള ഭാഗം കുറേ ദിവസങ്ങൾ പറയേണ്ടതായ വിഷയമാണ്. രണ്ടാമത്തെ ഭാഗം അതേ ആയത്തിൽ തന്നെ നമുക്ക് ഉമുറു ബിൽ മഅറൂഫ് എന്നത് മാത്രം എടുക്കാം. നമ്മെ അള്ളാഹു ആദരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരിൽ നിന്നിട്ട് മുമയ്യസീങ്ങൾ, വ്യത്യസ്ത, എന്താണ് വിദഗ്ധർ എന്നാ പറയാ, വ്യത്യസ്ത അഡ്രസ്സുള്ളവർ, വ്യത്യസ്ത പ്രവർത്തനമുള്ളവർ, വ്യത്യസ്ത ചടങ്ങുകൾ ചെയ്യുന്നവർ, വ്യത്യസ്ത ആദർശമുള്ളവർ, വ്യത്യസ്തരായിട്ട് അള്ളാഹ് മാറ്റി. എന്തിലൂടെ? കുന്തും ഖൈറ ഉമ്മ, അല്ലേ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി തഅ്മുറൂന ബിൽ മഅറൂഫ്. നിങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ നന്മ കൊണ്ട് ഉപദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉത്തമ സമുദായമാവാനുള്ള മാനദണ്ഡമായിട്ടല്ല നൽകിയതാണ് തഅ്മുറൂന ബിൽ മഅറൂഫ്. മറ്റുള്ള ഉമ്മത്തുകൾ ആ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഇല്ല എന്നുള്ളതല്ല, മറ്റുള്ളവരൊക്കെ ചെയ്തതായ ഡ്യൂട്ടി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അഡ്രസ്സാക്കിയല്ല നൽകുന്നു. അത് എന്ത്? അത് നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഉത്തമ സമുദായം, നിങ്ങളുടെ ഇടയിൽ അത്. പിന്നെ മറ്റു ഉമ്മത്തുകളൊക്കെ നമ്മെപ്പോലെയല്ലല്ലോ. മറ്റു ഉമ്മത്തുകളൊക്കെ 1000-ഓ 10,000-ഓ ലക്ഷമോ അങ്ങനെയൊക്കെയാണ്. നാം അങ്ങനെയല്ല, മില്യനുകളാണ് നാം മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ മില്യനുകളാണ്,
കോടിക്കണക്കിലാണ്. നമ്മുടെ അത്ര അവരില്ലല്ലോ. അവരൊക്കെ വളരെ വളരെ ചുരുക്കമായിരുന്നു. ഒരു ഒരു വലിയ മേഘത്തിൻ്റെ ഒരു കൂട്ടം ഇങ്ങനെ കണ്ടു എന്നാ മൂസയുടെ സമൂഹത്തെക്കുറിച്ച് റസൂൽ പറയുന്നത്. അതേസമയത്ത് മുഹമ്മദിന്റെ ഉമ്മത്തുകൾ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകൾ സ്വർഗത്തിലും ബഹുഭൂരിപക്ഷം അവർ തന്നെയായിരിക്കും. ആ ഇനത്തിൽ നമ്മെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ ആവേണമെങ്കിൽ അതിനുള്ള പ്രത്യേകതയാണ് എന്ത്? ഈ അഡ്രസ് നമ്മളിൽ ഉണ്ടാവണം. എന്താണത്? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ഉപദേശിക്കണം. വതൻഹൗന അനിൽ മുൻകർ, ഇമാം ഷാഫി പറയുന്നു ഈ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്നത് ഫർദു കിഫായയാണ്. ഫർദു കിഫായയാണ്. ഫർദു കിഫായ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരുടെയും ബാധ്യത പോയി. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി. അർഹപ്പെട്ടതായ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി. അതാണ് ഇതിൻ്റെ വിധി. അപ്പോൾ നാം എവിടെയെങ്കിലും തെറ്റായ ഭാഗങ്ങൾ കാണുമ്പോൾ ആ തെറ്റായ ഭാഗങ്ങളെ നീക്കം ചെയ്യാൻ വകുപ്പുകൾ വേറെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരത് ചെയ്യുമെന്നും ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാം. അല്ലാത്ത പക്ഷം യുക്തിയുക്തം നാം തന്നെ അപകടമില്ലെങ്കിലും പ്രയാസമില്ലെങ്കിലും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള വകുപ്പാണെങ്കിലും നാം തന്നെ അതിൻ്റെ ഘട്ടങ്ങൾ അനുസരിച്ചിട്ട് കേൾക്കാൻ പോകുന്നത് പോലെ ഘട്ടങ്ങൾ അനുസരിച്ചിട്ട് നാം ഏറ്റെടുക്കണം. മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറു എന്താണ്? ആദ്യമായിട്ട് ഒരു ഇസ്ലാം വിരോധിക്കപ്പെട്ട കാര്യം കണ്ടാൽ ആദ്യം എടുക്കേണ്ടത് എല്ലാ ഇടങ്ങളും കൈ ഉപയോഗിക്കാൻ പറ്റൂല. എല്ലായിടങ്ങളിലും കൈ ഉപയോഗിക്കാൻ പറ്റൂല. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ശൈലിയുമല്ല. കൈ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് കൈ ഉപയോഗിക്കാം. എൻ്റെ കുട്ടി തെറ്റിയതാ എനിക്ക് കൈ ഉപയോഗിക്കാം, അല്ലേ? എൻ്റെ ഭാര്യ തെറ്റിയതാ എനിക്ക് കൈ ഉപയോഗിക്കാം. എൻ്റെ വീട്ടിൽ, എൻ്റെ കസ്റ്റഡിയിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാൻ മുദീറായ സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മുദീറായ സ്ഥലത്ത്, അപ്പം നമ്മുടെ കസ്റ്റഡിയിലൊക്കെ നമുക്കത് ഫിറ്റാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഭരണകൂടത്തിലാകുമ്പോൾ ഭരണകൂടത്തിന് കൈ തന്നെ ഉപയോഗിക്കാം. അവർക്ക് കട്ടവരെ കൈവെട്ടാം, കൊന്നവരെ കൊല്ലാം. അതൊക്കെ അവർക്ക് സാധിക്കും. അതെല്ലാവർക്കും ഉള്ളതല്ല. അതിനുള്ള ആ മേഖലയിൽ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെയാണ്. അതാണ് മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി എന്ന വാക്കിൻ്റെ അർത്ഥം. ഫഇൻ ലം യസ്തതി, സാധിക്കുകയില്ലെങ്കിൽ, അതിനുള്ള കഴിവില്ലെങ്കിൽ എന്ത് വേണം? ബിലിസാനിഹി, നാവ് കൊണ്ടാകുമ്പോൾ നോക്കണം പരിസരം, നോക്കണം അന്തരീക്ഷം, നോക്കണം വ്യക്തിത്വം. എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുന്നതല്ല. പറ്റുമോ? ഒരു നാവ് കൊണ്ട് രാജാവിനോട് പറയും പോലെ, സാധാരണക്കാരോട് പറയും പോലെ രാജാവിനോട് പറയാൻ പറ്റുമോ? സാധാരണക്കാരോട് പറയും പോലെ അമീറിനോട് പറയാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ പ്രത്യേക വകുപ്പുകളുണ്ട്. അമീറിനോട് പറയണമെങ്കിൽ അമീറിന് ഓഫീസ് ഉണ്ടായിരിക്കും. ഓഫീസിൽ ഇങ്ങനെയുള്ള വകുപ്പുണ്ടായിരിക്കും. അവർക്ക് അപേക്ഷയായിട്ടോ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കും. ആ ഉപദേഷ്ടാക്കളുമായിട്ട് സമീപിച്ചിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാം. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്? ഈ യുഗത്തിൽ ഇതൊക്കെ മേഖല വിട്ട് കടന്നിട്ട് എവിടേക്കെത്തി? പൊട്ടിത്തെറിയിലേക്കെത്തി അല്ലേ? ഇന്ന് അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന്റെ പേരും പറഞ്ഞിട്ടാണ് പൊട്ടിത്തെറി നടത്തുന്നത്. ഭീകരതയിൽ കൂടി പെരുമാറുന്നത്. ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തേക്ക് ശത്രുക്കൾ കരിവാരിത്തേക്കാൻ പരിശ്രമിക്കാൻ തന്നെ കാരണമായി തീർന്നത് ഒരു വിഭാഗം അറിവില്ലാത്തവർ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന വാക്കിന്റെ അർത്ഥം, ഇസ്ലാം പഠിപ്പിച്ച ശൈലി, റസൂല് വിശദീകരിച്ച ശൈലി, സഹാബാക്കൾ ഫിറ്റാക്കിയ ശൈലി പഠിക്കാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്, വിശദീകരിക്കാത്തത് കൊണ്ടാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇസ്ലാമിനെ ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഭീകരത എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പിനെ കുറിച്ചായിരുന്നു. ഇന്നതല്ല. ഇന്ന് ശത്രുക്കളെ ഭീകരർ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമാണ്. മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത, പ്രബോധകന്മാരുടെ ബാധ്യത, എഴുത്തുകാരുടെ ബാധ്യത, മുസ്ലിം എഴുത്തുകാരുടെ ബാധ്യത, മുസ്ലിം ഖതീബന്മാരുടെ ബാധ്യത, മുസ്ലിം ദായികളുടെ ബാധ്യത, നിങ്ങളെപ്പോലത്തതായ ക്ലാസ് കേൾക്കുന്നവരുടെ ബാധ്യത എന്താണ്? ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇസ്ലാമിനെ, ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക ഇസ്ലാമിനെ. ഇസ്ലാം ഉദ്ദേശിക്കുന്ന അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിൽ ഒരിക്കലും പൊട്ടിത്തെറിയില്ല, ഒരിക്കലും ഭീകരതയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഹിക്മത്തോടുകൂടി, മൗഇദത്തുൽ ഹസനത്തോടുകൂടി മാത്രമാണ് എന്നത് നാം മനസ്സിലാക്കണം, നാം പഠിച്ചിരിക്കണം. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നത്തെ യുവാക്കൾ എവിടെയോ പോകുന്നുണ്ട്. മദീനയിൽ തന്നെ ഭീകരതയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന മലയാളികൾക്ക് എന്തുണ്ട്? പ്രവർത്തനമുണ്ട്, അവർക്ക് സംഘടനയുണ്ട്, അവർ യത്നിക്കുന്നുണ്ട്. അറിഞ്ഞിട്ടോ അറിയാതെയോ അല്ലാഹു അവരെ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്.
നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്നുണ്ടെന്ന് വെക്കുമ്പോൾ അത് ഇസ്ലാമിക ശൈലിയല്ല എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ അവരെ തിരുത്തേണ്ട, അവരെ നന്നാക്കേണ്ട ബാധ്യത നമ്മളിലില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് പ്രവർത്തിച്ചാൽ അള്ളാനെ പ്രീതിപ്പെടുത്തൽ വരൂല. ആര് ലോകത്തിൽ ദഅവത്ത് നടത്തുന്നുണ്ടെങ്കിൽ, ആര് ലോകത്തിൽ മതത്തിൻ്റെ വക്താക്കളായി രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം? പാർട്ടി വികസിക്കലോ, പാർട്ടിക്ക് കൊഴുപ്പുണ്ടാവലോ, പാർട്ടിയിൽ എണ്ണം പെരുക്കലോ അല്ല. പിന്നെയോ റബ്ബിന്റെ മതത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്. അപ്പോൾ അവന്റെ ആദ്യത്തെ ലക്ഷ്യം റബ്ബിനെ പ്രീതിപ്പെടുത്തലായിരിക്കണം. റബ്ബിനെ പ്രീതിപ്പെടുത്തലാകുമ്പോൾ റബ്ബ് ഇറക്കിയ, റബ്ബ് വിവരിച്ച, അറിയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടിക്കലായിട്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ശൈലിയല്ലാതെ ഈ മതത്തിന്റെ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് അംറും ബിൽ മഅറൂഫിലും പാടുള്ളതല്ല, നഹിയുൻ അനിൽ മുൻകറിലും പാടുള്ളതല്ല. ഇതിൻ്റെ അർത്ഥം നാം ഭീകരത ഒഴിവാക്കിയിട്ട് ഭീരുക്കളായി മാറണമെന്നാണോ? ഭീകരത വേണ്ടാന്ന് വെച്ചു, അപ്പോൾ ഭീരുക്കളാവണമെന്നാണോ? അതുമല്ല. ഇതിന് രണ്ടിൻ്റെയും ഒരു മദ്യമുണ്ട്. ഇത് രണ്ടിൻ്റെയും ഒരു മദ്യമുണ്ട്. അതെന്താണ്? ഇന്നാ ജഅൽനാകും ഉമ്മതൻ വസതൻ. വസത്ത്, മീഡിയ, മധ്യനില അംഗീകരിക്കുന്നവരെന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. അഥവാ മാതൃകയുള്ളവർ. ഈ വസത്ത് എന്ന പദം തന്നെ സൂറത്തുൽ ബഖറയുടെ എണ്ണം പരിശോധിച്ചാൽ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, വായിച്ചതാണ്. എന്ത്? സൂറത്തുൽ ബഖറയുടെ ആയത്തുകളിൽ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നതാണെന്ന്. ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾ സ്ഥിരീകരിക്കും. അങ്ങനെയാണോ? സൂറത്തുൽ ബഖറയുടെ മധ്യത്തിലാണ് ഈ ആയത്തുള്ളത് എന്നാണ്. അപ്പോൾ അർത്ഥത്തിലും അക്ഷരത്തിലും അത് മദ്യമെന്ന ആ തത്വം സ്ഥാപിക്കും പോലെ ശരിയാണെങ്കിൽ നമുക്ക് അടുത്ത മുസാബക്കയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് മുസാബക്കയുടെ ആൾക്കാർ വിചാരിക്കുകയാണിപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? വസത്ത്, നാം മാതൃകയുള്ളവരായി മാറണം. മറ്റുള്ള ഉമ്മത്തുകൾക്ക് മാതൃകയുള്ളവരായി മാറണം. ഭീകരത ഒഴിവാക്കണം, ഭീരുത്വവും ഒഴിവാക്കണം. പേടിക്കൊടലന്മാരായി മാറാനും പാടുള്ളതല്ല. കുഴപ്പത്തിൻ്റെ ഫസാദുകളുടെ ലോകത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന കുഴപ്പത്തിന് ആൾക്കാരായി മാറാനും പാടുള്ളതല്ല. മധ്യനില ഹിക്മത്തോടെ, മൗഇദത്തുൽ ഹസനത്തോടെ ദഅവത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതെ, അത് ഇസ്ലാം പഠിപ്പിച്ച ശൈലിയാണ്. ഇസ്ലാമിൽ യുദ്ധമുണ്ട്, യുദ്ധം ചെയ്യേണ്ട മേഖലകളിൽ യുദ്ധമുണ്ട്. യുദ്ധമില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. യുദ്ധത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ദശക്കണക്കിൽ ആയത്തുകൾ വിശുദ്ധ ഫുർഖാൻ അദീമിലുമുണ്ട്. നമ്മുടെ നേതാക്കൾ ഇവിടെ ഇസ്ലാമിക ഭരണകൂടം മദീനയിൽ സ്ഥാപിക്കാനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും അള്ളാഹു റസൂലിന് നൽകിയ ശേഷം ധാരാളം പോരാട്ടങ്ങൾ നടത്തിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട്. അത് വേണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെ, നാം എന്താ പറഞ്ഞു വന്നത്? ഖൈറ ഉമ്മ എന്ന ആ അഡ്രസ്, ആ തലക്കെട്ട്, ആ അഡ്രസ്സിന് നാം അർഹരായി മാറേണ്ടത് എങ്ങനെയാണ്? ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങളിലേക്ക് നിങ്ങളെ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി, അവർ നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുന്നു, നന്മ ജനങ്ങളെ ഉപദേശിക്കുന്നു. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ. ജൂതന്മാര് ഈ സത്യം കണ്ടെത്തിയ ശേഷം അവർ സത്യത്തിൻ്റെ പിന്നിൽ അണിനിരന്നുവെങ്കിലും, അവർ സത്യം ഉൾക്കൊണ്ടിരുന്നുവെങ്കിലും അവർക്ക് എത്ര ഉത്തമമായിരുന്നേനെ, അവർക്കും ഈ ഖൈർ ഉമ്മത്തായി മാറാമായിരുന്നേനെ, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. ഖുർആൻ പറയാണ് ഈ മുഹമ്മദിനിവിടെ ഉമ്മത്തുകൾ അള്ളാഹു ഉത്തമ സമുദായമാക്കിയതായ ആ ഉമ്മത്തുകളുടെ പിന്നിൽ അവരിവിടെ വന്ന കാലഘട്ടത്തിൽ അവർ അണിനിരക്കുകയാണെങ്കിൽ ആര്? ലോക ക്രിസ്ത്യാനികളായ 1000-ൽ പരം മില്യനുകളാണ്, 1500-ൽ പരം മില്യനുകളാണ് ഞങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ. അള്ളാഹ് പറയുന്നവരോട്, നിങ്ങൾ ഈ സത്യത്തിന് പിന്നെ അണിനിരന്നുവെങ്കിൽ നിങ്ങളും ഉത്തമ സമുദായമായിരുന്നേനെ. പക്ഷേ വഅക്സറുഹുമുൽ ഫാസിഖൂൻ, ബഹുഭൂരിഭാഗവും ഫാസിഖുകളായിട്ടാണ് നാം കാണുന്നത്. അതെ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ശൈലി ഖുർആൻ പറയുന്നു, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്. ഈ
അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകറി എന്ന നിയമത്തെ എങ്ങനെ ഫിറ്റാക്കണം, ആര് ഫിറ്റാക്കണം, ഏത് ശൈലിയിൽ ഫിറ്റാക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ശൈലികളിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട വിധി വിലക്കുകൾ എന്തൊക്കെയാണ്, അതിൽ നിന്നിട്ട് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സലഫ് സാലിഹ്യങ്ങൾ പകർത്തിയ ശൈലി എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിവരിക്കുന്നതാണ്. ഇന്ന് വെറും തലക്കെട്ട് മാത്രം ഞാൻ നൽകുന്നു, പ്രധാന പോയിന്റുകളും ആയത്തുകൾ മാത്രം വിശദീകരിച്ചുകൊണ്ട്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി. എന്തിനാണ് അടുത്ത ആഴ്ചയിലേക്ക് എന്ന് പറയുന്നത്? നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാരൊക്കെ വരാൻ ശേഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നാം ഇടയ്ക്ക് ക്ലാസ് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ ക്ഷീണം വീണ്ടും മടങ്ങിയെത്താൻ ക്ലാസ്സിലേക്ക് സ്ഥിരം മെമ്പർമാർക്ക് പ്രത്യേകിച്ച്. ഇനി നിങ്ങൾ സ്ഥിരം മെമ്പർമാർ എന്ന പദം ഉപയോഗിക്കുന്നത് അവരിലൂടെയാണ് ക്ലാസ് വിജയിക്കുക എന്നതുകൊണ്ടാണ്, എന്നല്ലാതെ ക്ലാസ് ഒരു പ്രത്യേക വകുപ്പിനോ പ്രത്യേക മെമ്പർമാർക്കോ അല്ല. അതുകൂടി ശ്രദ്ധിക്കണം. കാരണം ഈ പദം കേട്ടിട്ട് എന്നെ ആക്ഷേപിച്ചു കേസറ്റ് കേൾക്കുന്ന ആൾക്കാർ, നിങ്ങളെന്താ മെമ്പർമാർക്കാണോ ക്ലാസ് എടുക്കുന്നത്? അപ്പോൾ ജനങ്ങൾ എന്ത് കേട്ടാലും പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കാം. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വകുപ്പിനെയല്ല, മറിച്ച് ഇവിടെ ക്ലാസ് എല്ലാ മുസ്ലിങ്ങൾക്കാണ്. ഇവിടെ മദീനയിൽ ആർക്കെല്ലാം ഈ ഭാഷയിൽ ക്ലാസ് കേൾക്കാൻ പറ്റുന്നു അവർക്കെല്ലാം കേൾക്കാം. ഇവിടെ നന്മ വിശദീകരിക്കലും നന്മ പ്രചരിപ്പിക്കലുമാണ് നമ്മുടെ ക്ലാസ് കൊണ്ട് ലക്ഷ്യം. അതുകൊണ്ട് ആ തത്വം മുമ്പിൽ വെച്ചിട്ട് പ്രബോധനം ചെയ്യാനും ജനങ്ങളെ വർദ്ധിപ്പിക്കുവാനും ക്ലാസ് മെമ്പർമാരെ അധികരിപ്പിക്കുവാനും നിങ്ങളുടെ ബാധ്യത ഉണ്ടാവണം. അത് അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ നടത്തിയാൽ വിജയിക്കും. ആ കാര്യത്തിൽ നമ്മുടെ വീഴ്ച എത്രയുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ക്ലാസ്സിൽ എന്തുകൊണ്ട് നമുക്ക് ഒരാളെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അംറു ബിൽ മഅറൂഫ് എന്ന തത്വം ഫിറ്റാക്കുന്നതിൽ നാം പിന്നിലാണ്. അത് നാം എവിടെ ചെന്നാൽ ഏത് മലയാളിയെ കണ്ടാൽ എന്ത് സംസാരിക്കുമ്പോൾ കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയൂലേ? മദീനയിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ കൂടി പലതും നമുക്ക് പഠിക്കാൻ സാധിക്കും. മദീനയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകിയ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് അതിലൂടെ പലതും സമർപ്പിക്കാൻ ആ ക്ലാസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. സംശയങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും. മതം പഠിക്കാൻ സാധിക്കും. ഒരു വ്യത്യസ്തപ്പെട്ട മനുഷ്യനായിട്ട് നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും പ്രഭാതത്തിൽ മദീനയോട് വിടവാങ്ങേണ്ടി വന്നാൽ നമുക്ക് വിജയകേസല ായാലും വിരോധമില്ല. നമുക്കിവിടെ ഇറങ്ങിയതായ ഖുർആൻ സുന്നത്ത് പഠിക്കാൻ ചാൻസ് കിട്ടിയാൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എല്ലാ വേദിയും ഉപയോഗപ്പെടുത്തുക. എല്ലാ മലയാളികളെ ഏത് സന്ദർഭത്തിൽ കണ്ടാലും അപ്പോഴോ നമുക്കതിലൂടെ നമ്മുടെ ക്ലാസ് മെമ്പർമാരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിന്നിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട് എന്നതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. വൽതകും മിൻകും ഉമ്മ, ഇത് വേറൊരു വകുപ്പാണ്. മറ്റത് എല്ലാവർക്കും ഉള്ളതാണ്. ആദ്യം പറഞ്ഞ ആയത്തിൽ ഉമ്മത്ത് മുഹമ്മദ് എല്ലാവരും ആരായിരിക്കണം? അറിയുന്നത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം. അത് എല്ലാവരുടെയും ബാധ്യതയാണെന്നാണ് ആദ്യം പറഞ്ഞത്. എല്ലാവരുടെയും ബാധ്യത വേണമെന്നില്ല, അതിന് പണ്ഡിതനാവേണമെന്നില്ല. പണ്ഡിതനാവേണ്ടത് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ ദഅവത്ത് നടത്താൻ, അവിടെ അത്തരം കാര്യങ്ങളിൽ പ്രഗത്ഭ കഴിവുള്ള ആളായി മാറണം. അത് ശരിയാണ്. അതേസമയത്ത് ഒരാൾ റൂം മെമ്പറോട് നിസ്കരിക്കാത്ത ആളോട് നിസ്കരിക്കണമെന്ന് പറയാൻ ആലിമാവണമെന്നില്ല. ഓരോ മുസ്ലിം ഈ എന്താണ് ദറൂറത്തൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വേണ്ട അറിയണ്ട എന്ന് വിചാരിച്ചാലും അറിഞ്ഞു പോകുന്ന വിഷയങ്ങളാണ് അഞ്ചൊക്ത നിസ്കാരം നിർബന്ധമാണെന്നുള്ള കാര്യം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഇത് അറിയണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ അറിഞ്ഞു പോകുന്ന വിഷയമാണ് അഞ്ചൊക്ത നമസ്കാരം. ലോകത്തിൽ മുസ്ലിങ്ങൾ നമസ്കരിച്ച് വരുന്നുണ്ട്. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്. മുസ്ലിങ്ങൾ ഇവിടെ അള്ളാഹ് ശിക്ഷിച്ചത് തന്നെ അള്ളാഹിനെ ആരാധിക്കുന്ന വകുപ്പുണ്ടാവണം എന്നതുകൊണ്ടാണ്. അപ്രകാരം തന്നെ നോമ്പ് പിടിക്കേണ്ടതുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, നിർബന്ധമായ ഹജ്ജ് സാമ്പത്തിക ശേഷിയുള്ളവർ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു മുസ്ലിമിനെ അറിയാതിരിക്കുമോ? അതുപോലെ ഹറാം, വ്യഭിചാരം ഹറാമാണെന്ന് അറിയാത്ത മുസ്ലിമുണ്ടോ? ഈ മുസ്ലിങ്ങൾ വ്യഭിചരിക്കുമ്പോൾ വ്യഭിചരിക്കുന്നത് ഹറാമാണെന്ന് അറിയാത്തതുകൊണ്ടാണോ? അറിഞ്ഞുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടല്ല. അവർക്കറിയാം അത് ഹറാമാണെന്ന്. അതുപോലെ ഈ ചീട്ട് കളിക്കുന്നവർക്ക് ചീട്ട് കളിക്കുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് അറിവില്ലാത്തതുകൊണ്ടാണോ? കാശ് വെച്ചിട്ട് ചീട്ട് കളിക്കുന്നവർ, അതുപോലെ തന്നെ അശ്ലീലം കാണുന്നവർ, ഈ തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റാണെന്ന് അറിയാം, പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു? ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഈമാൻ ശേഷികെട്ടവരായതുകൊണ്ട് പൈശാചിക ശല്യത്തിൻ്റെ പിന്നാണ് നടക്കേണ്ടി വരുന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ. ഇങ്ങനെ ക്ലാസ് ഒരു ഖൈബറിൽ നിന്നിട്ട് പണ്ടൊക്കെ ആൾക്കാർ വരാറുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നിട്ട് ഒരു 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ക്ലാസ്സിന് വന്നില്ലെങ്കിൽ അവർ പറയാറുണ്ട്, ഈ 2 മാസം ക്ലാസ് കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആവേശം ക്ഷയിച്ചു പോവുകയാണ്. ക്ലാസ് 2 മാസം തുടർച്ചയായി കേട്ടില്ലെങ്കിൽ ആവേശം ക്ഷയിക്കുന്നു, പിന്നെ നമസ്കാരത്തിൽ ഇൻട്രസ്റ്റ് കുറയുന്നു എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളെ വിദേശത്തുനിന്ന്
ഇയാമ്പൂർ പോലത്തെ ഹൈബർ പോലത്തെ സ്ഥലത്തു നിന്നൊക്കെ ഹൈൽ പോലത്തെ സ്ഥലത്തു നിന്നൊക്കെ ഡ്രൈവർമാർ ക്ലാസ്സിലേക്ക് വരാറുള്ളവർ പറഞ്ഞ വാർത്തകൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നാം ഈ പറയുന്ന ഈ ഉപദേശങ്ങൾ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കണം? റസൂല് സഹാബാക്കൾ എന്നിട്ട് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് മദീനയിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കുന്ന ദിവസം നിർണയിച്ചിട്ട് അവരെ സന്തോഷിപ്പിച്ചു. സ്ത്രീകൾക്ക്, പുരുഷന്മാരെ കാര്യം പോകട്ടെ, സ്ത്രീകൾക്ക് പ്രത്യേക ദിവസം, നിങ്ങൾക്കിത് പ്രത്യേക ദിവസം ക്ലാസ്സിന്. എന്താണ് ഈ കേട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ, ഖുർആനും സുന്നത്തും കേട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തളരും. ഈ ഈമാനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? തളരുന്നതും വളരുന്നതുമാണെന്നാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദിക്റുല്ലാഹി വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഇത് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിക്കുന്നു. ഖുർആൻ പറയാണ്. അപ്പോൾ ഈമാൻ വർദ്ധിക്കലുമുണ്ട് കുറയലുമുണ്ട് എന്നർത്ഥം. എന്തിലൂടെ കുറയുന്നു? അള്ളാഹുവിൽ നിന്നിട്ട് അകലുമ്പോൾ കുറയുന്നു. ഖുർആൻ കേൾക്കാതിരിക്കുമ്പോൾ, സുന്നത്ത് കേൾക്കാതിരിക്കുമ്പോൾ, ക്ലാസ് കേൾക്കാതിരിക്കുമ്പോൾ കുറയുന്നു. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളയുന്നു, അല്ലെങ്കിൽ വളർച്ചയുണ്ടാകുന്നു. വളവിട്ട് കൊടുക്കും പോലെ കൃഷിക്ക്. അതാണ് നാം ക്ലാസ്സിലൂടെ നേടുന്ന നേട്ടങ്ങൾ. അങ്ങനെയുള്ള നേട്ടങ്ങൾ ലഭിക്കാത്തവർക്ക് നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും കോലപ്പെടൂല. അവരൊന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുവന്ന് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള ആളായി മാറും, ചിലപ്പോൾ നിങ്ങളെക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള ആളായി മാറും. അങ്ങനെ നാം എത്ര ആൾക്കാരെ കണ്ടു. അപ്പോൾ നാം ഒരിക്കലും ഏത് മേഖലയും, ഏത് സന്ദർഭത്തിലും, ഏത് പെട്രോൾ പമ്പിലും, ഏത് ബക്കാലയിലും, ഏത് മലയാളിയുള്ള മേഖലയിലും ചെന്നാൽ ഒരു പദമെങ്കിലും നമുക്ക് അല്ലാഹു നൽകിയ ഈ ഭാഗ്യം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ലുബ്ധത കാണിക്കരുത്. ഏറ്റവും വലിയ ലുബ്ധൻ പഠിച്ച വിജ്ഞാനം എത്തിച്ചു കൊടുക്കുന്നതിൽ ലുബ്ധത കാണിക്കുന്ന ആളാണ്. കാരണം മറ്റു ലുബ്ധത കാണിക്കുന്ന ആളെ റബ്ബ് ശപിച്ചിട്ടില്ല ഖുർആനിൽ. റബ്ബ് ശപിച്ചത് അറിയുന്നതിന് എത്തിച്ചു കൊടുക്കുന്നതിൽ ലുബ്ധത കാണിക്കുന്ന ആളെയാണ് ഖുർആനിൽ, അല്ലേ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ഉലൈക ആരാണവർ? യൽഅനുഹുമുല്ലാഹ്. അല്ലാഹു അവരെ ശപിക്കും എന്നാ പറഞ്ഞ ഖുർആൻ. പഠിച്ച ഇൽമ്, വിവരമുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ തൊട്ട് ലുബ്ധത കാണിക്കുന്നവരെ അല്ലാഹു ശപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് എന്നതുകൂടി ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. അതിനെല്ലാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യം പറഞ്ഞത് എല്ലാവരുടെയും ബാധ്യതയാണ്. എല്ലാവരുടെയും ബാധ്യത ചില സുഹൃത്തുക്കൾ കാട്ടും പോലെ വീടാന്തരം പോയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളി. കാസറ്റ് വിതരണം ചെയ്തിട്ടോ, പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടോ, CD വിതരണം ചെയ്തിട്ടോ, സ്വയം തന്നെ പോയിട്ട് അവർ ക്ലാസ് എടുത്തിട്ടോ, അതൊക്കെ ഇസ്ലാം വിരോധിക്കുന്ന ശൈലിയല്ല. അത് വേണ്ട എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഇസ്ലാം കൽപ്പിക്കുന്ന ശൈലി തന്നെയാണ്. സാധിക്കുമെങ്കിൽ അതിന് പ്രത്യേക ദിവസം നിർണ്ണയിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേക ടൈം നിർണ്ണയിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ നമുക്ക് എപ്പോഴെല്ലാം ടൈം കിട്ടുന്നു, എപ്പോഴെല്ലാം സന്ദർഭം കിട്ടുന്നു, ആ സന്ദർഭങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുക. ഒരു വ്യക്തി എന്ന മഹാനായ അലി ഇബ്നു അബീ താലിബിനോട്, മഹാനായ നമ്മുടെ ലോക മുസ്ലിങ്ങളുടെ നേതാവ്, ലോക നബിമാരുടെ നേതാവ്, നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ, നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചില റിപ്പോർട്ടുകളിൽ കാണുന്നു മഹാനായ മുആദിനെ യമനിലേക്ക് അയച്ചപ്പോൾ മുആദ് പ്രയാസപ്പെട്ടു. മുആദിനോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നിങ്ങൾ എൻ്റെ പരിസരത്തിൽ ജീവിക്കുക, മദീനയിൽ ജീവിക്കുക, ഇതിനേക്കാളും ഉത്തമം നിങ്ങൾ ഈ മതത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കലാണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി. നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഒരു പക്ഷേ എന്നെ കാണുകയില്ല, കാണുക എന്ന സൂചന വരേക്കും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ട് മുആദ് ബിൻ ജബലിന് പോകാൻ പ്രയാസമുണ്ടായപ്പോൾ മഹാനായ മുആദിനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരണ നൽകി. ആ പ്രേരണ ഏറ്റെടുത്തുകൊണ്ട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് യമനിലേക്ക് പോവുകയും പോയ ഉടനെ തന്നെ അവിടെ ജൂതന്മാരോടും അഹ്ലി കിതാബികളോടും ആദ്യമായിട്ട് ഖുർആൻ നമുക്ക് അറിഞ്ഞതുപോലെ തൗറാത്ത് അറിഞ്ഞതായ, ഗ്രന്ഥങ്ങൾ അറിഞ്ഞതായ, തൗഹീദ് അറിഞ്ഞതായ മഹാസമൂഹത്തോട് മഹാനായ മുആദ് ബിൻ ജബൽ അവിടെ വിവരിച്ചു കൊടുത്തത് തൗഹീദായിരുന്നു, ഏകദൈവ വിശ്വാസമായിരുന്നു. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, യേശു ക്രിസ്തുവിനോടല്ല, അവർ പറയുന്ന ഈസ നബിയോടല്ല, ഉസൈർ നബി അലൈഹി ഇസ്ലാമിനോടല്ല ജൂതന്മാർ പ്രാർത്ഥിച്ചിരുന്ന. അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ചാറവ് പാടില്ല, അള്ളാഹിന്റെ കൽപ്പന വിധി വിലക്കുകളല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പാടുള്ളതല്ല എന്ന
ആ തത്വത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കാലങ്ങൾ അവിടെ വിട്ടുകടന്ന ശേഷം മദീനയിലേക്ക് മടങ്ങി വന്നപ്പോൾ മഹാനായ മുആദിന് മദീന കാണേണ്ടി വന്നത് കരഞ്ഞുകൊണ്ടും കണ്ണുനീര് ധാരധാരയാക്കി ഒലിപ്പിച്ചുകൊണ്ടുമായിരുന്നു. കാരണം പണ്ട് താലോലിച്ചുകൊണ്ട് തടയും കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ഈ മദീനയിൽ നിന്നിട്ട് യമനിലേക്ക് യാത്ര അയച്ച വേളയിൽ കണ്ടിരുന്നതായ ലോക നേതാവിനെ ഇപ്പോൾ ഭൂമിയുടെ മീതെ മദീനയുടെ മീതെ കാണാനില്ല. അവർ അന്ത്യവിഷമം കൊള്ളുന്നതായ ഖബറിലായിരുന്നു ആ സന്ദർഭത്തിൽ. പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി റസൂലിൽ അറിയിച്ചതനുസരിച്ചിട്ട് മുആദിന് അറിയുന്നതോടൊപ്പം മുആദ് എന്ത് ചെയ്തില്ല? ബാധ്യത നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന കേൾക്കാൻ പോകുന്ന വൽതകും മിൻകും ഉമ്മ, നിങ്ങൾ എന്നിട്ടൊരു പ്രത്യേക സമുദായം ഉടലെടുക്കട്ടെ, ഉണ്ടാവട്ടെ. എന്താണ് അവരുടെ ഡ്യൂട്ടി? എന്താണ്? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകന്മാരായിരിക്കണം അവർ. പ്രബോധകന്മാർ പ്രത്യേക വകുപ്പാണ്. ആദ്യം പറഞ്ഞ വകുപ്പ് എല്ലാവർക്കും അറിയുന്നതൊക്കെ പറയാം. ഇത് അറിയുന്നവർ മാത്രമേ പഠിച്ച് പറയേണ്ടതായ വകുപ്പാണ്. എന്ത്? ദഅവത്ത് എല്ലാവരും ചെയ്യാൻ പാടില്ല. ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് ഇന്നലെ ഒരാൾ വരാം, എന്നിട്ട് നമ്മുടെ കൂടെ എന്നിട്ട് നാളെ അദ്ദേഹം എണീറ്റ് നിന്നിട്ട് ഖാലല്ലാഹ് പറയാ ഖാല റസൂലുള്ളാഹ് പറയാ, അത് പ്രഹസനമാണ്, അത് ദീനിൽ പാടില്ലാത്തതാണ്. അള്ളാഹു നിനക്ക് ആ അർഹത നൽകാത്ത കാലത്തോളം നീ അത് ചെയ്യരുത്, അരുത്. ദീനിൻ്റെ വക്താവായി മാറി അഥവാ ദീനിൻ്റെ ദായിയായി മാറി പ്രബോധനം ചെയ്യണമെങ്കിൽ നിനക്ക് ഖാലല്ലാഹയുടെയും ഖാല റസൂലുള്ളാഹിയുടെയും അർത്ഥം നിനക്കറിയണം. ആദ്യം നിനക്ക് അതിനെക്കുറിച്ച് വിവരം കിട്ടണം. ഇല്ലെങ്കിൽ ജനങ്ങളൊന്നും ചോദിക്കും. അപ്പോൾ റസൂൽ പറഞ്ഞതുപോലെ ജഹന്നമന്റെ വാതിൽക്കൽ നിന്നിട്ട് ജനങ്ങളെ ജഹന്നമിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന വിഭാഗമായിട്ട് സൂചിപ്പിച്ച ഇനമാണ് എന്ത്? അറിവില്ലാത്തതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അവരറിവില്ലാത്തവർ ഫത്വ നൽകി അവരും ലാല്യങ്ങളായി മറ്റുള്ളവരും ലാല്യങ്ങളായി മാറുകയും ചെയ്തു. ലാല്യങ്ങൾ മുതല്യങ്ങൾ, സ്വയം പഴച്ചവർ മറ്റുള്ളവരെ പഴപ്പിക്കുന്നവർ. എപ്പോഴാണ്? അറിവില്ലാത്തവർ ദീനിൻ്റെ വക്താക്കളായി മാറി പ്രബോധകന്മാരായി മാറുമ്പോൾ. അത് തൂലികക്കും വാദിക്കും, എഴുത്തിനും വാദിക്കും. വെറും പ്രബോധനം എന്ന് പറയുന്ന നാവിൽ മാത്രമല്ല, ദീനിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അറിയാത്തവർ എത്ര പേരാണ് ലേഖനങ്ങൾ എഴുതിയിട്ട് ജനങ്ങളെ വഴിവഴപ്പിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദീന് ചർച്ച ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അറിയാം, ദായികളാവാൻ അർഹർ മാത്രമാണ്. ഇന്നങ്ങനെയല്ല. ഇന്നത്തെ യുഗത്തിൽ എല്ലാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതാത് സ്പെഷ്യലിസ്റ്റ് എടുത്തവർ മാത്രമാണ് ഏറ്റെടുക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ വിഷയം അല്ലേ, എഞ്ചിനീയർമാരുടെ വിഷയം അല്ലേ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഭൗതികമായ പ്രശ്നങ്ങളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വിഷയം. ഒരു ഡോക്ടർ ചർച്ച ചെയ്യേണ്ട വിഷയത്തെ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ചർച്ച ചെയ്യുമോ യുഗത്തിൽ? ഇല്ല. അത് പത്രത്തിലുമില്ല, പ്രസംഗത്തിലുമില്ല, ഏത് മേഖലയിലുമില്ല. അതേസമയത്ത് ദീനിന്റെ ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എന്താ സംഭവിക്കുന്നത്? ഡോക്ടറും ചർച്ച ചെയ്യുന്നു ദീൻ, എഞ്ചിനീയറും ചർച്ച ചെയ്യുന്നു ദീൻ. അർഹനാണെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ അർഹനല്ലാത്തത് അവരാകുമ്പോഴാണ് ഞാൻ പറയുന്നത്. അർഹനല്ലാത്തവർ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഹദീസ് തള്ളുന്നു, സഹീഹ് ഹദീസുകൾ തള്ളുന്നു. ഹദീസ് സഹീഹോ ദഈഫോ എന്ന് വിധിക്കാൻ അർഹതയില്ലാത്തവർ അതിന് മനക്കെടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദീനിനെ അവർ തകർത്താൻ കാരണക്കാരായി മാറുന്നു. ദീനിന്റെ വിധി വിലക്കുകളെ തകർത്താൻ കാരണക്കാരായി മാറുന്നു അല്ലേ? എന്തുകൊണ്ട്? പഠിക്കേണ്ടതുപോലെ ദീൻ ആഴത്തിറങ്ങി പഠിക്കാത്തത് കൊണ്ട് തന്നെ. അള്ളാഹു ആ ഇനത്തിൽ പെട്ടവരെ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് മഹാ അപകടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ പറയാറുണ്ട്, പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയായ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പള്ളി ദർസിൽ പഠിച്ച് വന്ന മുസ്ലിയാരായതുകൊണ്ട് എനിക്ക് ഉറപ്പുള്ളൊരു വിഷയമായിരുന്നു അത്. അതുകൊണ്ട് മസ്ജിദ് നബവിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ആരംഭിച്ച ക്രിസ്താബ്ദം 74, 73, 74 മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുത്ത കാലഘട്ടത്തിൽ ഞാനത് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതായ അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ അറിയപ്പെട്ടിരുന്ന വേലൂർ ബാഖിയാത്ത് സാലിഹാത്ത് കോളേജിൽ 25 കൊല്ലം അവിടെ ഉസ്താദായിരുന്ന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് വരേക്കും അംഗീകരിച്ച വാർത്തകളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ പള്ളി ദർസിൽ പഠിച്ച ആളാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ കേരളത്തിൽ പള്ളി ദർസിൽ പഠിച്ച ഇസ്ലാമിക് ഹിസ്റ്ററി പള്ളി ദർസിൽ പഠിപ്പിക്കാറില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിക് ഹിസ്റ്ററി പള്ളി ദർസിൽ പഠിപ്പിക്കാറില്ല. സീറത്തുൻ നബി പഠിപ്പിക്കാറില്ല. നബിയുടെ സീറ പള്ളി ദർസിൽ സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കാറില്ല.
പിന്നെ എന്താണ് അവിടെ പഠിപ്പിക്കാറുള്ളത്? 5 മണിക്കൂറാണ് പള്ളി ദർസിൽ മുസ്ലിയാമാർ ഞങ്ങളെ പോലത്തവർ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിൽ 3 മണിക്കൂർ തർക്കശാസ്ത്രത്തിനാണ് ഉപയോഗിക്കൽ. എന്തിനാണ്? തർക്കശാസ്ത്രത്തിന്. മന്തിഖ്, മആനി, ബദീ എന്നൊക്കെ പറയും. ഇത് ഒരു പണ്ഡിതൻ 60 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 60 കൊല്ലം ദായിയായി ജീവിക്കുമ്പോൾ 6 മണിക്കൂർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത സബ്ജക്റ്റാണത്. 60 കൊല്ലം ജീവിക്കുന്ന ഒരു മുസ്ലിം പ്രബോധകന് 60 കൊല്ലം ജീവിക്കുമ്പോൾ 60 കൊല്ലം ഉപയോഗിക്കേണ്ട സബ്ജക്റ്റാണ് ഇസ്ലാമിക് ഹിസ്റ്ററിയും ഖുർആനും സുന്നത്തും. ഇതിന് പരിഗണന നൽകാറുണ്ടായിരുന്നില്ല പണ്ട് കാലഘട്ടങ്ങളിൽ. പണ്ട് എന്ന് പറഞ്ഞാൽ 30 കൊല്ലം 40 കൊല്ലം മുമ്പുള്ള സ്ഥിതിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിനെയും സുന്നത്തിനെയും സ്റ്റേജിന്റെ മീതെ കയറിയിട്ട് എതിർക്കുന്നതിന് ഒരു കൂസലും മടിയുമില്ലാതെ വന്നത്. അങ്ങനെയുള്ള ദർസുകൾ നിന്നിട്ട് പുറത്തു വരുന്നവർക്ക് എന്തുകൊണ്ട് അതിന്റെ വില മനസ്സിലാക്കുന്നില്ല? പഠിക്കേണ്ടത് പോലെ പഠിക്കുന്നില്ല. ഖുർആനും സുന്നത്തിനുമുള്ള വില മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഖുർആനിന്റെ ഒരു ആയത്തിന്റെ അർത്ഥം ഞാൻ എൻ്റെ ഇഷ്ടാനുസരണം പറയാ എന്ന ബോധം അവരിൽ ഉണ്ടായിരുന്നേനെ. എന്താ അബൂബക്കർ പറഞ്ഞത്? ഉമറിനെ കുറിച്ചും അത് പറയപ്പെടുന്നുണ്ട്. എന്ത്? അബ്ബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അബ്ബ വഫാക്കിഹതൻ വ അബ്ബ, അങ്ങനെയല്ല ഖുർആനിലുള്ളത്. വഫാക്കിഹതൻ വ അബ്ബ. ചോദിച്ചു എന്താണ് മഹാനെ അബ്ബ്? അപ്പോൾ മഹാനായ അബൂബക്കറോ ഉമറോ പറഞ്ഞ മറുപടിയായിട്ടാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. അയ്യു സമാഇൻ തുളില്ലുനി ഔ അയ്യു അർളിൻ തുഖില്ലുനി ലൗ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അലം. ഏത് ആകാശത്തിന്റെ താഴെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുക? ഏത് ഭൂമിയുടെ മീതെയാണ് എനിക്ക് താമസിക്കാൻ പറ്റുക? ഏത് ആകാശത്തിന്റെ തണലിലാണ് എനിക്ക് താമസിക്കാൻ പറ്റുക? ഏത് ഭൂമിയുടെ മീതെയാണ് എനിക്ക് വസിക്കാൻ സാധിക്കുക? ലൗ ഖുൽതു ഫീ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ മാ ലാ അലം, എനിക്ക് വിവരമില്ലാത്ത കാര്യം പറഞ്ഞാൽ. അബൂബക്കർ ഉമറേ റസൂലിനോട് ചോദിക്കും അറിയാത്തതാണെങ്കിൽ ഖുർആന്റെ ചില പദങ്ങളുടെ അർത്ഥം മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഖുർആൻ ഇന്ന് സ്റ്റേജിൻ്റെ മീതെ കയറിയിട്ട് ഇഷ്ടാനുസരണം അർത്ഥം വെക്കാം. 40 തവണ ഖുർആനിൽ ജിന്ന് എന്ന പദമുണ്ട്. അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ലയെന്ന് കേരളത്തിലിപ്പോൾ 40 പ്രാവശ്യം ജിന്ന് എന്ന പദം ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാധനം തന്നെ ഇല്ല എന്ന് പറയുന്നവർ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതൊരു ചെറിയ ഉദാഹരണമാണ്. ഇന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നുമല്ല, ഒരു 35-40 കൊല്ലം മുമ്പേ ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഇറങ്ങിയ കാലത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആ തത്വം. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ചരിത്രം പറയുന്ന 1/3 ഭാഗം മുഅ്ജിസത്തിനെ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹ് സംസാരിക്കുകയാണ്. നബിമാർക്ക് മുഅ്ജിസത്തുണ്ട് എന്ന് അതിനെ നിഷേധിച്ചുകൊണ്ട് 40-ൽ പരം വർഷങ്ങൾക്ക് തന്നെ പരിഭാഷ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേ തത്വം അംഗീകരിക്കുന്നവർ ഇന്നും കേരളത്തിൽ നല്ലൊരു വിഭാഗമുണ്ട്. എന്തുകൊണ്ട് വരുന്നു? ആട്ടുന്നവർ ആട്ടാൻ നിൽക്കണം, നെയ്യുന്നവർ നെയ്യാൻ നിൽക്കണം. അതാണ് അതിന് മറുപടി. ഇത് ആട്ടുന്നവർ ആട്ടണം, നെയ്യുന്നവർ നെയ്യണം. അങ്ങനെ നിങ്ങൾ പറയില്ലേ? മനസ്സിലായില്ലേ? അല്ലേ? ഇവിടെ പറയൽ ആത്തിൽ ഖുബസ ലിൽ ഖബ്ബാസ് എന്നാണ്. ഇവിടെ പറയൽ ആത്തിൽ ഖുബസ ലിൽ ഖബ്ബാസ്. റൊട്ടി ചുടുത്ത ആൾക്ക് കൊടുക്കുക. നമ്മളൊന്ന് ഏറ്റെടുത്ത റൊട്ടി നിങ്ങൾക്ക് ഈ ഇത് അഫ്ഗാനികൾ റൊട്ടി പോലെ നിങ്ങൾക്ക് റൊട്ടി കൂടെ അറിയോ? മലയാളികൾ മുത്തബക്ക ചുടും. പക്ഷെ മലയാളികൾ ഈ ഇത് തമീസ് ചുടുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് പ്രാക്ടീസ് നേടിയിട്ടില്ല. നമ്മൾക്ക് കഴിയുന്ന പടിയല്ല അത്, മനസ്സിലല്ലേ? പക്ഷെ ആ പടി ചെയ്യാൻ സാധിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കണം ആ വടി. എന്നാൽ അവർ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് 10-20 തമീസ് ഇങ്ങനെ ഇറക്കുന്ന കാണാം തന്നൂറിൻ്റെ അകത്തിൽ നിന്നിട്ട്. അപ്പോൾ അതാണ് ആത്തിൽ ഖുബസ ലിൽ ഖബ്ബാസ്. ഖബ്ബാസിന് ഖുബസ് കൊടുക്കണം എന്നതുപോലെ ദീന്റെ വക്താക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോഴോ ധൈര്യം വരൂല. അജ്റഉക്കും അലല്ലാഹി അജ്റഉക്കും അലൽ ഫുതിയ എന്ന പദം ഞാനിവിടെ പറയാറില്ലേ? അള്ളാഹനെ കൂട്ടാക്കാത്തവർ ഫത്വ ഇഷ്ടാനുസരണം കൊടുക്കുന്നവരാണ്. അള്ളാഹനെ കൂട്ടാക്കാത്ത ആളാരാണ്? ഫത്വ ഇഷ്ടാനുസരണം കൊടുക്കുന്ന ആളാണ്. ഫത്വ അള്ളാഹിൻ്റെ മതത്തിനെ കുറിച്ച് പറയാൻ അള്ളാഹിൻ്റെ മതം പഠിച്ച ആൾക്കേ അർഹതയുള്ളൂ. അപ്പോൾ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന പദം പറയുമ്പോൾ തലപ്പാവ് ധരിച്ചോ അല്ല താടിയുണ്ടോ ഇതൊന്നും അല്ല നോട്ടം, എൽമുണ്ടോ എന്നതാണ്. മനസ്സിലായില്ലേ? എൽമുണ്ടെങ്കിൽ ആ എൽമിനനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ബോധനം നൽകാൻ പറ്റും. അതാര് പറഞ്ഞു? അള്ളാഹിൻ്റെ കൽപ്പനയാണ്. വൽതകും മിൻകും, നിങ്ങളിൽ നിന്നിട്ടൊരു പ്രത്യേക വകുപ്പുണ്ടാവട്ടെ. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും
യഹ്ദറൂൻ വലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ. എന്താ മദീനയിലുള്ള സഹാബാക്കൾ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടുന്നു? അള്ളാന്റെ ചോദ്യം. എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടാൻ പാടുള്ളതല്ല. അവരിൽ നിന്നിട്ട് ഓരോ ഫിർഖത്തിൽ, ഓരോ സമൂഹത്തിൽ നിന്നിട്ട് ഓരോ ഫിർഖ, തൻളീം വേണം എന്നർത്ഥം ഇസ്ലാമിൽ. ഏത്? ഇല്ലെങ്കിൽ നാഥനില്ലാത്ത നായപ്പടയായി മാറും. തൻളീം വേണം. എന്താ തൻളീം എന്ന് പറഞ്ഞാൽ? നിയമവ്യവസ്ഥ വേണം. എന്താ അള്ളാന്റെ ഓർഡർ? എല്ലാവരും ഒന്നിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നത് ശരിയല്ല മദീനയിൽ റസൂലിന്റെ കൽപ്പന വരുമ്പോൾ. മറിച്ച് നിങ്ങളിൽ നിന്നിട്ട് മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫ, ഓരോ കബീല, ഓരോ നാട്ടുകാർ, ഓരോ മേഖലക്കാർ, ഓരോ വിഭാഗത്തിൽ താമസിക്കുന്നവർ, അവരിൽ നിന്നിട്ട് ഒരു പ്രത്യേക തായിഫ സെലക്ട് ചെയ്യട്ടെ. ആരെ? മതം പഠിക്കാൻ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഇരുന്നിട്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ്? എന്തിനാ അങ്ങനെ പറയാൻ കാരണം? അതിന് കുറേ കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇമാമുകൾ. അതിൽപ്പെട്ട കാരണം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാരണമുണ്ട്. എന്ത്? എല്ലാവരും എൽമിന് പറ്റൂലല്ലോ. പറ്റുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ പണ്ടൊക്കെ പറയാറുള്ളതും പലപ്പോഴും പറഞ്ഞ് മടുത്തതുമായ വിഷയമാണത്. എന്ത്? ഒരാൾക്ക്, ഒരു ആജിയാർക്ക് 10 കുട്ടിയുണ്ടെങ്കിൽ ഒരു കുട്ടിയെ ഡോക്ടർ, ഒരു കുട്ടിയെ എഞ്ചിനീയർ, അങ്ങനെ ഓരോ കുട്ടിയെ ഓരോ വകുപ്പിലേക്ക് നിർണ്ണയിക്കും. ഈ 5 കുട്ടിയിൽ നിന്നിട്ട് ഒരു കുട്ടിക്ക് കിറുക്കുണ്ടാവും, അല്പം കിറുക്കുണ്ട്. അയാളെ പലിദർസിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിയ കോളേജിലേക്കോ വിടും. അങ്ങനല്ലേ? കിറുക്കുള്ള കുട്ടിയെ. നേരെ മറിച്ചല്ല പറയുന്നത്, പ്രത്യേക വകുപ്പിനെ സെലക്ട് ചെയ്യണം. എന്തുകൊണ്ട്? അർഹരാണ് ആര് എന്നത് പരിശോധിച്ചിട്ട്. അതാണ് നാം കണ്ടത് ഈ ഷാഫി ഇമാമിൽ, അതാണ് നാം കണ്ടത് ബുഖാരി ഇമാമിൽ, അതാണ് നാം കണ്ടത് അഹ്മദ് ബിൻ ഹംബലിൽ. പിൻകാലഘട്ടത്തിൽ ജീവിച്ച നേതാക്കളിൽ സെലക്ട് ചെയ്യേണ്ടതുപോലെ ബുദ്ധിജീവികളെ സെലക്ട് ചെയ്യുന്നു. അത് നാം കണ്ടു നമ്മുടെ സഹബാക്കളിൽ. ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം, അയാളെയും പറഞ്ഞോളി, അയാളൊക്കെ ആലിമീങ്ങളിൽ പെട്ട ആളാണ്. അതുപോലെ തന്നെ അബൂദർ ഗിഫാരി, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ, ഇവരൊക്കെ പണ്ഡിത. മുആദ് ഇബ്നു ജബൽ റസൂലുള്ളാഹി പണ്ടയച്ച വലിയ വയസ്സുള്ള ആളൊന്നുമല്ല. ഒരു 30-34 വയസ്സാകുമ്പോഴാണ് പ്ലേഗ് രോഗം പിടിച്ചിട്ട് അദ്ദേഹം ഷാമിൽ മരിച്ചത്. ആര്? മുആദ് ഇബ്നു ജബൽ. 30-34 വയസ്സ്. മുആദ് ഇബ്നു ജബൽ. പേരുകൾ ജബലും കൂടി പേരിൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ട് ജബൽ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ മനുഷ്യനാണെന്നൊക്കെ തോന്നുകയാണ് അല്ലേ? ഇല്ല, 34. എനിക്കിപ്പോൾ 57 വയസ്സ് കഴിഞ്ഞു. 57 വയസ്സ് കഴിഞ്ഞു. മൂപ്പർക്ക് 34 വയസ്സിലാണ് അവിടുന്ന് മരിക്കുന്നത്. ഈ മുആദ് ഇബ്നു ജബൽ മദീനയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വല്ല സദസ്സിൽ നിന്നിട്ടും അബൂബക്കറോ ഉമറോ ഉള്ള സദസ്സിൽ നിന്നിട്ട് സംസാരിക്കാൻ അനുവാദം കിട്ടാറുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചാൽ കേൾക്കട്ടെ, പറയട്ടെ എന്ന് പറയും. എല്ലാവർക്കും അനുവാദം കിട്ടില്ലല്ലോ അബൂബക്കർ ഉമറൊക്കെ ഉള്ള സദസ്സിലൊക്കെ സംസാരിക്കാൻ. അപ്പോൾ ആ മഹാസദസ്സുകളിൽ വെച്ചിട്ട് മുആദ് സംസാരിക്കും. എന്തുകൊണ്ട്? പണ്ഡിതനായതുകൊണ്ട്. പണ്ഡിതന്മാരുടെ നേതൃത്വം വഹിക്കുന്ന ആളായിട്ട് പരലോകത്തിൽ വരുമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അദ്ദേഹത്തിനെ കുറിച്ച്. ആരെക്കുറിച്ച്? മുആദ് ഇബ്നു ജബൽ. അങ്ങനെയുള്ള ആൾക്കാരെയായിരുന്നു സെലക്ട് ചെയ്യാറുള്ളത്. എന്തിനു വേണ്ടി? മതം പഠിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും പറയാം മതം. അതുകൊണ്ട് തന്നെ തോന്നിയാസ പറയുന്നത് മതമല്ല, ദീൻ്റെ പേരും പറഞ്ഞിട്ട്. കസാലയിൽ ഇരിക്കുക, സ്റ്റേജിൻ്റെ മുമ്പിൽ ഇരിക്കുക, എന്നിട്ട് തോന്നിയാസ് ഇങ്ങനെ പ്രചരിപ്പിക്കുക മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. അള്ളാഹു വരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതുകൊണ്ട് റസൂൽ പറഞ്ഞതുപോലെ ആ വിഭാഗം വല്ലു, അവർ വഴിപഴച്ചു, വല്ലു, അവർ മറ്റുള്ളവരെ വഴിപഴപ്പിക്കുകയും ചെയ്തു. ജഹന്നമന്റെ വാതിൽക്കൽ നിന്നിട്ട് ക്ഷണിക്കുന്ന വിഭാഗം. അതെ, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇങ്ങനെ ചെയ്തവര് വിജയികളാണ്. വിജയികൾ എന്താ? ഒന്നും വേണ്ട, ഓരോ ദിവസം നമുക്കിവിടെ ഫിറ്റാക്കാം. അവനവൻ്റെ റൂമിൽ നടക്കുന്ന അശ്ലീല ഫിലിം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. ചില ആൾക്കാർ പെട്ടെന്ന് റൂം മാറാൻ പരിശ്രമിക്കലാണ്. പെട്ടെന്ന് റൂം മാറാനല്ല, റൂം മാറാനൊരു ഘട്ടമുണ്ട്. അതെപ്പോഴാണ്? വിജയിക്കുന്നില്ല എന്ന് കണ്ടാൽ, ഞാനും അവസാനം അവരുടെ അശ്ലീലത്തിൻ്റെ കൂടെ പെട്ടുപോകുമെന്ന് കണ്ടാൽ, സ്വവിശ്വാസത്തെയും ആദർശത്തെയും സംരക്ഷിക്കാൻ സാധിക്കൂല എന്ന് കണ്ടാൽ റൂം മാറാം. അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടാൽ റൂം മാറരുത്. നല്ലവർ വടക്ക് ജീവിതം ജീവിക്കുന്നവരുടെ കൂടേണ്ടി വരും. എപ്പോൾ? സ്വയം
സംരക്ഷണം സാധിക്കും, പ്രതിരോധ വകുപ്പ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? ഉറപ്പുണ്ടെങ്കിൽ കൂടി നന്നാക്കാൻ പരിശ്രമിക്കണം. ഉറപ്പില്ലെങ്കിൽ റൂം വിട്ടാൽ മതി. അങ്ങനെ ദൈനംദിനം ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരാളെ കിട്ടിയില്ലെങ്കിൽ തിരക്കേടില്ല, ഒരാളെ കിട്ടിയില്ലെങ്കിലും തിരക്കേടില്ല. നമുക്ക് ആളെ കിട്ടാതിരിക്കുന്നതിൽ പ്രയാസം എന്താ? നബിമാർക്ക് ആളെ കിട്ടിയിട്ടില്ല എന്നാണ് റസൂൽ പറയുന്നത്. ഏത്? പരലോകത്തിൽ ചില നബിമാർ വരും, ആ നബിമാരുടെ കൂടെ ഒരാളുണ്ടായിരിക്കും, രണ്ടാളുണ്ടായിരിക്കും, ജനക്കൂട്ടമുണ്ടായിരിക്കും, ജനാവലി ഉണ്ടായിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂൽ പറയാണ്, ചില നബിമാർ വരും, അയാൾ മാത്രം കൂടെ ആളില്ല. ചില നബിമാർ പണ്ട് അള്ളാഹ് നിയോഗിച്ച നബിമാരുടെ കൂട്ടത്തിൽ പ്രബോധനം ചെയ്തിട്ട് ആളെ കിട്ടിയില്ല, അങ്ങനെ നബിമാരുണ്ടായി എന്നാണ്. മനസ്സിലായില്ലേ? എന്തിനധികം പറയുന്നു? നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള നൂഹ് നബിക്ക് എത്രയാണ് കിട്ടിയത്? 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് എത്രയാണ് കിട്ടിയത്? ബുഖാരി പൊടിച്ചിരുന്ന ഹദീസ് അനുസരിച്ചിട്ട് 12 ആളെയാണ് കിട്ടിയത്. എത്ര കൊല്ലം? 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട്. ഒമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. മഹാനായ നൂഹിൻ്റെ കൂടെ വളരെ 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 തുച്ഛം പേര് മാത്രമാണ് അണിനിരന്നത് ഖുർആൻ പറയുന്നു. അപ്പോൾ ആളെ കൂടുതൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലേ, ഇതൊന്നുമല്ല പ്രശ്നം. ബാധ്യത നിർവഹിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. ബാധ്യത നിർവഹിച്ചാൽ അവസാനിച്ചു. പിന്നെ ജനങ്ങളെ ഹൃദയത്തിൽ അങ്ങോട്ട് ചുഴഞ്ഞു കയറാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അത് അള്ളാഹിൻ്റെ പണിയാണ്. ഏത്? ജനങ്ങളെ നന്നാക്കാന്നുള്ളത്. നമുക്കൊണ്ട് ജനങ്ങളെ നന്നാക്കാൻ പറ്റൂല. പിന്നെയോ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ, അത് നമ്മുടെ ബാധ്യതയാണ്. ഇൻ അലൈക ഇല്ലൽ ബലാഗ് വമാ അലൈക ഇല്ലൽ ബലാഗ്. നിങ്ങളുടെ ബാധ്യത എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ദൂതരെ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു റസൂലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു പറയുന്നു, അല്ലദീന യത്തബിഊന അർ-റസൂലൻ നബിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നമ്മുടെ ദൂതരെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ നിങ്ങളുടെ തൗറാത്തും ഇഞ്ചീലും മറച്ചു നോക്കൂ. എന്നാൽ അവിടെ കാണാം, ഇവിടെ മദീനയിലേക്കും മക്കയിലേക്കും വന്ന അറബിയിലേക്ക് നിയോഗിക്കപ്പെട്ട ലോകർക്ക് മുഴുവനും സത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. ലോകർക്ക് മുഴുവനും ബഷീറായി നദീറായി സന്തോഷ വാർത്ത സ്വർഗം നൽകുമെന്നതും അതുപോലെ തന്നെ നരകത്തിൽ കടക്കേണ്ടി വരും അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ എന്നതും പറഞ്ഞുകൊണ്ട് ബഷീറും നദീറുമായി നിയോഗിച്ച എല്ലാവർക്കും നിയോഗിക്കപ്പെട്ട ദൂതരുണ്ടല്ലോ, ആ ദൂതരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ തൗറാത്തിലുണ്ടല്ലോ, നിങ്ങളുടെ ഇഞ്ചീലുണ്ടല്ലോ. ഇപ്പം അടുത്ത യുഗങ്ങളിലായിട്ട് തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരുകളൊക്കെ ഉള്ളതായ കയ്യെഴുത്ത് കൃതി കുറേ നൂറ്റാണ്ടുകൾ മുമ്പ് എവിടെയോ ഒളിപ്പിച്ച് വെക്കപ്പെട്ട കൃതി കണ്ടെത്തിയെന്ന് പത്രത്തിൽ കാണാൻ സാധിച്ചു. നമുക്കതൊന്നും ഒരു പുത്തനല്ല, നമുക്ക് അതിലൊന്നും നമ്മുടെ ഈമാന് കൂടാനോ കുറയാനോ ഇല്ല. പക്ഷെ അവർക്ക് തെളിവാണ്, അവർക്ക് എതിരിൽ ഹുജ്ജത്താണ്. ആർക്ക്? ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിർ ഹുജ്ജത്താണ്. എന്ത്? അങ്ങനെയുള്ള കൃതികൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നും അള്ളാഹു സംരക്ഷിച്ചു പോയിട്ടും എന്ത്? മാറ്റത്തിരുത്തലിന് വിധേയമായ തൗറാത്തുകൾ, പുതിയ നിയമങ്ങൾ, പഴയ നിയമങ്ങൾ എല്ലാം ഉള്ളതോടൊപ്പം സത്യം ഉൾക്കൊള്ളുന്ന മുഹമ്മദ് നബിയുടെ പേരുള്ള ഈ മതത്തിനെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങൾ ശേഷിക്കുന്ന, പരിവർത്തനം വരുത്താതെ ശേഷിക്കുന്ന കൃതികൾ ഇന്നും ലോകത്തിലുണ്ട് എന്നതാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത്. എന്നിട്ടും അള്ളാഹ് പറയുന്ന ശൈലി ഇപ്പോഴും നിലനിൽക്കുന്നു ഖുർആനിൽ. നിങ്ങളുടെ കൂടെയുള്ള ഖുർആനിലും നിങ്ങളുടെ കൂടെയുള്ള തൗറാത്തിലും നിങ്ങളുടെ കൂടെയുള്ള ഇഞ്ചീലിലും ഉള്ളതായ ആ മഹാവ്യക്തിത്വം, അവരുടെ പ്രത്യേകത പണ്ട് തന്നെ പറഞ്ഞത് എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുന്ന ആളാണ്, നന്മ ഉപദേശിക്കുന്ന ആളാണ്. വയൻഹാഹും അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്ന ആളാണ്. ഇത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രത്യേകതയായിട്ട് പണ്ട് തന്നെ ഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ സ്ഥിരീകരിക്കുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞു എന്ന വാർത്ത, ഈ പ്രത്യേകത നമ്മളിലുണ്ടാവണം. എന്തുകൊണ്ട്? റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയായിട്ട് ഖുർആൻ പറഞ്ഞതാണ്, ഈ ഉമ്മത്തുകളുടെ പ്രത്യേകതയായിട്ടും ഖുർആൻ പറഞ്ഞതായ ഭാഗമാണ്. ഇത് നാം നടപ്പാക്കുമ്പോൾ മാത്രമാണ് നാം പരിപൂർണതയിലേക്ക് എത്തുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ക്ലിയറാക്കാൻ അതല്ലാത്ത വേറൊരു മാനദണ്ഡം നിങ്ങൾ പറഞ്ഞു തരാമോ? സാധിക്കൂല. പ്രസംഗം നിങ്ങൾ കേൾക്കുന്നു, അതുപോലെ പ്രസംഗത്തിൽ പോകുന്നവർ കേൾക്കുന്നു, അല്ലേ? ഈ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ ഹോസ്പിറ്റലിൽ പോയാൽ നടപ്പാക്കാം, ജവാസാത്തിൽ പോയാൽ നടപ്പാക്കാം, മുറൂറിൽ പോയാൽ നടപ്പാക്കാം, കടയിൽ പോയാൽ നടപ്പാക്കാം,
പെട്രോൾ പമ്പിൽ പോയാൽ നടപ്പാക്കാം, റോഡുകളിൽ നടപ്പാക്കാം, വീടുകളിൽ നടപ്പാക്കാം, ലോകത്തിൽ ഏത് മേഖലകളിലും നടപ്പാക്കാം. ഒരാൾ കക്കൂസിലേക്ക് കടക്കുന്ന വേളയിൽ അദ്ദേഹം ഖുർആനുമായിട്ടാണ് കടക്കുന്നതെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന വചനങ്ങൾ പറയുന്ന മൊബൈലുമായിട്ടാണ് കടക്കുന്നതെങ്കിൽ, ആ കക്കൂസിന്റെ വാതിൽക്കൽ നിന്നിട്ട് നിനക്ക് പറയാം, അല്ലയോ സുഹൃത്തെ, നിന്റെ കൂടെയുള്ള മൊബൈൽ നീ പൂട്ടി അകത്ത് കടക്കണം. കാരണം അകത്തിൽ നിന്നിട്ട് വെല്ലടിക്കുകയാണെങ്കിൽ നിന്റെ മൊബൈൽ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന അല്ലാഹുവിന്റെ മഹാവചനമല്ലേ? അത് കക്കൂസിൽ പറഞ്ഞിട്ട് വെച്ചിട്ട് പറയുന്നത് അത് അനിസ്ലാമികത്വമല്ലേ? അത് റസൂൽ വിരോധിച്ച കാര്യമല്ലേ? അതുകൊണ്ട് നിന്റെ മൊബൈൽ ഒന്നിരിക്കൽ പൂട്ടണം, അല്ലെങ്കിൽ നീ അല്ലാഹു അക്ബർ എന്നുള്ളതായ ആ പദത്തെ നീ ഉപയോഗിക്കുന്നത് നിർത്തിവെക്കണം എന്ന് നിനക്ക് അവിടെ ഉപദേശിക്കാം. നിനക്ക് അംറു ബിൽ മഅറൂഫ് അവിടെ നൽകാം, നഹി അനിൽ മുൻകർ അവിടെ നൽകാം. ഏത് മേഖലകളിലും നൽകാൻ പറ്റുന്നതായ ഒരു ഡ്യൂട്ടിയാണ് കൂട്ടരെ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നത്, അല്ലേ? ഈ ദിവസങ്ങളിൽ എത്തിക്കാഫിരുന്ന വേളയിൽ പലരും പ്രയാസപ്പെട്ടു. എന്ത്? എത്തിക്കാഫിരുന്ന മനുഷ്യന്മാർ വന്നിട്ട് അവിടെ ക്യൂ നിൽക്കുന്നു. എവിടെ? കക്കൂസിൽ, മസ്ജിദുൻ നബവിയുടെ പരിസരത്തുള്ള കക്കൂസിൽ. അവിടെ വന്നവരൊക്കെ കാട്ടലെന്താണ്? നാം എല്ലാം കണ്ടതുപോലെ ഇടിക്കുക തന്നെ കക്കൂസിലേക്ക്. ആദ്യം വന്ന് കാട്ടൽ കക്കൂസിലേക്ക് ഇടിക്കല. അപ്പോൾ അകത്തൊരു മനുഷ്യൻ കടന്നിട്ടുണ്ട്, അത് നിന്റെ സുഹൃത്താണ്, നിന്നെപ്പോലെ ഒരു പക്ഷേ എത്തിക്കാഫിരിക്കുന്ന മനുഷ്യനായിരിക്കും. അദ്ദേഹം പോയത് അവിടെ വിരിപ്പും മറ്റേ ബെഡ്ഷീറ്റുമായി പോയതല്ല. അദ്ദേഹം അവിടെ പോയത് ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. നീ ഇപ്പം അടിച്ചാലും അടിച്ചില്ലെങ്കിലും കാര്യം നിർവഹിക്കാതെ അദ്ദേഹം വരൂല. ഈ ബോധം നിനക്ക് ഉണ്ടാവുന്നതോടൊപ്പം നീയാണ് അവിടെ മറ്റുള്ളവൻ ഇടിക്കുന്ന വേളയിലെങ്കിൽ നിന്റെ സ്ഥിതി എന്ത്? നിനക്ക് ശരിക്കും കാര്യം നിർവഹിക്കാം എന്ന് മറ്റൊരാളാണെങ്കിൽ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന പദം അത് മൗലവിമാർക്കും മുസ്ലിയാമാർക്കും പണ്ഡിതന്മാർക്കും മാത്രമുള്ളതല്ല. ഏത് മേഖലകളിലും ഏത് വകുപ്പിലും അവരവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ഫിറ്റാക്കാൻ പറ്റുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞതായ വാക്കിൻ്റെ പ്രസക്തി ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഫിറ്റാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രതിഫലം നമുക്കെല്ലായ്പ്പോഴും എല്ലാ സന്ദർഭത്തിലും എല്ലാ വകുപ്പുകളിലും എല്ലാ മേഖലകളിലും ഫിറ്റാക്കാം. ഹോട്ടലിൽ കയറുന്നു, എന്നിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നമ്മുടെ പതിവൊക്കെ മലയാളികൾക്ക് ഈ വലുതും ഇടതൊക്കെ നമുക്ക് പരിചയമില്ല. നാം അങ്ങനെയാണ് പ്രാക്ടീസ് ആക്കിയത്. ക്ലാസ്സിലൊക്കെ വരുന്ന നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങി നോക്കൂ. ഹോട്ടലിൽ ഇറങ്ങിയാൽ കാണാം ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും എല്ലാ രൂപത്തിലും തിന്നുന്നത് കാണാം. അപ്പോൾ അവിടെയെല്ലാം വലത് കൈ കൊണ്ടാണ് തിന്നേണ്ടതെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നാം ഫിറ്റാക്കണം എന്നത് അവിടെ പതുക്കെ പറഞ്ഞു കൊടുക്കാം. ചെറിയ പ്രയാസപ്പെടുത്താത്ത ശൈലിയിൽ പറഞ്ഞു കൊടുക്കാം. ഇനി പറയാൻ പേടിയുള്ള മീശയൊക്കെ വലുപ്പമുള്ള മനുഷ്യനാണെങ്കിൽ പുറത്ത് വന്ന ശേഷം പതുക്കെ വിളിച്ചിട്ട് ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. ഇത് ജനക്കൂട്ടത്തിൽ നിന്നിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ നിന്നിട്ട് പറയേണ്ട. പറയാൻ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ പ്രയാസം വരില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊക്കെ സലാമൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് നിങ്ങളുടെ നാട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഒരു മുഖവരെയൊക്കെ നൽകി പതുക്കെ പാലൊക്കെ ഇട്ട ശേഷം പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? പാലം ചില സ്ഥലങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ പാലം കെട്ടിയ ശേഷം പറഞ്ഞാൽ കയറും എന്തില്ലെങ്കിൽ അയാൾ അപ്പം പോടാ അവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞെന്ന് മൂപ്പർക്ക് തോന്നും. അപ്പം നിന്നോട് അഹങ്കാരം കൊണ്ട് പോടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ മൂപ്പർക്ക് തന്നെ തോന്നുന്നു ശരിയാണല്ലോ പറഞ്ഞതെന്ന്. അതുകൊണ്ട് നീ പറയാതിരിക്കരുത്. നിന്നാൽ സാധിക്കുന്ന രൂപത്തിൽ പതിക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുക. അത് ഉപയോഗപ്രദമാവുക തന്നെ ചെയ്യും. നിന്റെ ഉത്തരവാദിത്തം നീ നിറവേറ്റിയ ആളായി മാറുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഫിറ്റാക്കാൻ സാധിക്കുന്ന മേഖലകളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ ക്ലാസ് കേട്ട ശേഷം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപകടമുണ്ടാക്കാനല്ല പറഞ്ഞത്. ചില കുട്ടികളൊക്കെ ഈ രൂപങ്ങളുള്ളതായ കടകളിലേക്ക് കയറിയിട്ട് രൂപങ്ങൾ തകർത്തി. ഒരു 36 കൊല്ലം മുമ്പ് മദീനയിൽ, 36 കൊല്ലം മുമ്പ് എൻ്റെ അനുഭവമാണ്. മദീനത്തെ പള്ളിയുടെ പരിസരത്തുള്ള കടകളിലൊക്കെ രൂപങ്ങളുണ്ട്. രൂപങ്ങൾ വിൽക്കാണ്. ആനക്കോലം, കഴുതക്കോലമൊക്കെ വിൽക്കാണ്. കുട്ടികൾ എന്ത് ചെയ്ത് കയറി ഉടൻ തന്നെ ആനയും കഴുതൊക്കെ പൊളിക്കാൻ തുടങ്ങി. അത് ദഅവത്ത് ശൈലിയല്ല. പിന്നെയോ അതേ സമയത്ത് ആ രൂപത്തിൽ ചെയ്തതുകൊണ്ട് ഇസ്ലാമിനെ താടി വെച്ചവരെ, സത്യം പറയുന്നവരെ, ദഅവത്ത് ചെയ്യുന്നവരെ വിടക്ക് രൂപത്തിലായിരിക്കും ജനങ്ങൾ വീക്ഷിക്കുക. നേരെ ഹിക്മത്തോടു കൂടി മൗഇദത്തുൽ ഹസനത്തോടു കൂടിയാണ് അതിൻ്റെ ഉടമയെ വിളിച്ചിട്ട് നിങ്ങൾ വിൽക്കുന്ന സാധനത്തിൽ ഇസ്ലാം അനുവദിച്ചതും അനുവദിക്കാത്തതുമുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഹറാമ് തിന്നിപ്പിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ റസൂൽ പറയുന്ന പദം കേട്ടിട്ടില്ലേ? അയ്യുമാ റജുലിൻ നബത അയ്യുമാ ലഹ്മിൻ
എത്ര പ്രാവശ്യം നാം പറഞ്ഞു. അയ്യുമാ ലഹ്മിൻ, ഏത് മാംസം നബത മിൻ സുഹത്തിൻ, ഹറാമിലൂടെയാണ് വളർന്നതെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകത്തിൽ പോകൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഈ ആനയുടെ കോലം വിറ്റിട്ട് ഉണ്ടാക്കുന്ന കാശിലൂടെ തീറ്റിപ്പിക്കുന്നത് ഹറാമല്ലേ, ഹറാമ് തീറ്റിപ്പിക്കുന്ന നിങ്ങൾ കുട്ടികൾക്ക് പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഒരു പക്ഷേ അദ്ദേഹം നന്നാവും. അതേസമയത്ത് നീ കയറിയിട്ട് കടയിലേക്ക് കയറിയിട്ട് അനിസ്ലാമിക കേസറ്റ് വിൽക്കുന്ന കടയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനിസ്ലാമിക രൂപത്തിൽ വിൽപ്പന നടക്കുന്ന കടയോ അത് തകർത്താൻ വേണ്ടി പരിശ്രമിക്കൽ ഇസ്ലാമിക ശൈലിയല്ല, അത് ഭീകരതയാണ്. അതിൻ്റെ പേരാണ് ഭീകരത. അത് ഇസ്ലാം കൽപ്പിക്കാത്ത ശൈലിയാണ്. അപ്പോൾ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്ന പദം നാം കേൾക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച ശൈലിയാണ് പഠിക്കേണ്ടത് എന്നതുകൂടി ഇത്തരണത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അതെ, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ലത് അവർക്ക് അല്ലാഹുവിന്റെ ദൂതർ ഹലാലാക്കി കൊടുക്കുന്നു. പുകവലി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ നാം, പുകവലി ചെറിയ വിഷയമല്ലേ, ചെറിയ വിഷയമാണ്. ഉള്ള മൂത്ത് മണ്ടലയാവും ഞങ്ങൾ പറയും. പുകവലിച്ച ആളാണ് പിന്നെ മറ്റുള്ള അതിനപ്പുറമുള്ള കഞ്ചാവ് വലിയും അതിനപ്പുറമുള്ള വലിയൊക്കെ വലി മൂക്കൽ പിന്നെ പുകവലിയിൽ നിന്നിട്ട് ആരംഭിച്ചിട്ടാണ് നമുക്കറിയാവുന്നത് പോലെ. അപ്പോൾ തുടക്കത്തിൽ തന്നെ മുരടിൽ തന്നെ മുറിക്കാൻ വേണ്ടി പരിശ്രമിക്കലാണ് പുകവലി നിഷേധിക്കൽ അല്ലേ. അപ്പോൾ അതിന് റബ്ബ് ഉപയോഗിച്ച ശൈലിയാണ് ഖുർആൻ. എന്ത് യുഹില്ലു ലഹും, മുഹമ്മദ് നബി അവർക്ക് ഹലാലാക്കുന്നത് അത്തയ്യിബാത്ത്, നല്ലത് മാത്രമാണ്. പുകവലി എന്തുകൊണ്ട് ഹറാമാകുന്നു? അത് നല്ലതല്ലാത്തത് കൊണ്ട്. നല്ലതല്ലാത്തതെല്ലാം ഇസ്ലാം ഹറാമാക്കുന്നു. അതുകൊണ്ടാണ് പുകവലി ഹറാമാകുന്നത്. ഒന്നാമത് നല്ലതല്ല, രണ്ടാമത് അതിലൂടെ എന്ത് വരുന്നു? ഇസ്രാഫും തബ്ദീറും വരുന്നു. ഒരു 5 പാക്കറ്റാണ് ഒരു ദിവസത്തിൽ വലിക്കുന്നതെങ്കിൽ അവൻ ദിവസത്തിൽ എത്ര റിയാലുകൾ ഡോളറുകൾ നശിപ്പിക്കുന്നു തീ കൊണ്ട് കരിപ്പിച്ചിട്ട്. അതുപോലെ ഒരു മാസത്തിലാകുമ്പോൾ എത്രയാകുന്നു, ഒരു കൊല്ലത്തിലാകുമ്പോൾ എത്രയാകുന്നു? 2,60,000, 2,70,000, 2,50,000 ഉറുപ്പികയൊക്കെ ഞാൻ ഇത്ര കാലത്തിലൂടെ പുക മാത്രം വലിച്ചിട്ട് കളഞ്ഞു എന്ന് ഒരു പ്രബോധകൻ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട്, ദാറുൽ ഈമാൻ എന്ന 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു. മലയാളി, ലക്ഷമാണ് മൂപ്പരുടെ ലിസ്റ്റിൽ. എന്നിട്ട് മൂപ്പർ പറയുകയാണ് എനിക്ക് ഇതുവരെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് അള്ളാഹ് തൗഫീഖ് നൽകിയിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തിലാക്കട്ടെ, അതുപോലെയുള്ളവരെ ഹിദായത്തിലാക്കട്ടെ. പക്ഷേ റമളാൻ അതിന് നേരെ വിപരീതം പാഠം പഠിപ്പിച്ചു. അതെന്താണ്? റമളാനിൽ പുകവലിക്കുന്നവർ 5 പാക്കറ്റാണെങ്കിലും അവർ വേണ്ടാന്ന് വെച്ചു പകൽ 12 മണിക്കൂർ. അതിൻ്റെ അർത്ഥം എന്താണ്? കരുത്തുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ 30-ാം ദിവസത്തോട് വിട വാങ്ങുമ്പോൾ പെരുന്നാളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയായിരുന്നു. എന്ത്? ഇനിമേലിൽ ഞാൻ റമളാനിൽ പകൽ ഒഴിവാക്കിയത് രാത്രി ഒഴിവാക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ നിങ്ങളുടെ കൂടെ പുകവലിക്കുന്നവരില്ല എന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അനിസ്ലാമിക ശൈലിയിൽ നമ്മുടെ കാശ് ചെലവഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിനെ നാം നശിപ്പിക്കുന്നു പുകവലിയിലൂടെ എന്നതുകൂടി നാം ശ്രദ്ധിക്കണം. പല രൂപത്തിലും അള്ളാഹിനോട് മറുപടി പറയേണ്ടതായ ഭാഗമാണ് പുകവലി. പുകവലിയിലൂടെ നമുക്ക് നമ്മുടെ വീട് വെടക്കാകുന്നു, നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കുട്ടികളോട് നല്ല ഉപദേശം നൽകാൻ സാധിക്കൂല. കുട്ടിയോട് ഇനി ചെറിയ രൂപത്തിൽ പുക വലിക്കരുതെന്ന് പറയാൻ പറ്റുമോ? എന്നാ കുട്ടി എന്താ പറയാ? കുട്ടിക്ക് പറയാൻ എന്താ ഉണ്ടാവുക? വാപ്പാ നിങ്ങളൊന്ന് ഫിറ്റാക്കൂ, എന്നിട്ട് ഞാൻ ഫിറ്റാക്കാന്നല്ലേ കുട്ടിക്ക് പറയാനുണ്ടാവുക. പിന്നെ വാപ്പാനെ പേടിച്ചിട്ട് കുട്ടി ഒഴിവാക്കിയാലും കുട്ടി ഒളിച്ചു വലിക്കും. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ചെറിയ ശൈലിയിൽ പുകവലി പോലോത്ത യുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, നല്ലത് മാത്രമാണ് അള്ളാഹു അവർക്ക് ഹലാലാക്കിയത്. വെടക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹറാമാക്കുകയും ചെയ്തു. യുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. അങ്ങനെയല്ലേ ആയത്ത്? ഈ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? ബാബു സലാമിൽ നിന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ഗേറ്റിൽ. ഇത് കോണിയുണ്ടല്ലോ, നാം ഒതു പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കോണി. ആ കോണിയിൽ ഇറങ്ങുമ്പോൾ തല പൊക്കിയാൽ മതി. അതുപോലെ മറ്റ് കക്കൂസുകളിലെല്ലാം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് കണ്ടുപരിചയമുള്ളത് അവിടെയാണ് എന്നതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തിനാണത്? നമുക്കെതിരിൽ ലക്ഷ്യം, നമുക്കെതിരിൽ തെളിവ് ഏത്? അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ മാനദണ്ഡമായി ഉണ്ടാവേണ്ടതുണ്ട്. നല്ലത് ഏത്, വെടക്ക് ഏത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു പറയുന്നു ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും
ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫ്. കുറേ ആയത്തുകളായല്ലോ ഓതുന്നത്, കുറച്ച് ഹദീസുകളും ഓതാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോമിനീങ്ങളുടെയും മോമിനാത്തുകളുടെയും ഔസാഫുകൾ പറയും. അതിനു മുമ്പായിട്ട് നമുക്ക് ബനീ ഇസ്രായേലിലേക്ക് ചെല്ലാം. ബനു ഇസ്രായേലുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനീ ഇസ്രായേലുകളുടെ ജീവിതത്തിലേക്ക് ഒരു നീണ്ട ഹദീസിൽ സൂചന നൽകുകയാണ്. അതിൻ്റെ വിശദാംശം യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്നിട്ട് വന്നതുമാണ്. ആ വിശദാംശം അതെന്താണ്? لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. അങ്ങനല്ലേ? كانوا لا يتناهون عن منكر فعلوا لبئس ما كانوا يعملون. لعن الذين كفروا, സത്യനിഷേധികളെ ശപിക്കപ്പെട്ടു. ആരാണവർ? മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായേലികൾ എന്നിട്ടുള്ള സത്യനിഷേധികൾ. അലാ ലിസാനി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ നാവിലൂടെ, ഈസ ഇബ്നു മറിയം, ഈസ നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ. എന്താണ്? ദാലിക ബിമാ അസൗ വകാനൂ യഅതദൂൻ. അവർ അല്ലാഹുവിന്റെ കൽപ്പന മാറുകാട്ടിയും കൊണ്ട് ലംഘിച്ചുകൊണ്ട് കൂട്ടാക്കാതെ ജീവിച്ചവരായതുകൊണ്ട്. ആര്? ബനു ഇസ്രായേലികൾ. അവർ ചെയ്തതായ മുങ്കറിൽ നിന്നിട്ട് അവർ ജനങ്ങളെ തടഞ്ഞെങ്കിലും പിന്നെ അവർ ചെയ്തതായ മുങ്കറിൽ നിന്നിട്ട് ഒഴിവാക്കിയിട്ട് ജനങ്ങളെ അവർ തടഞ്ഞെങ്കിലും വീണ്ടും അവര് ജനങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ തടയുന്നത് നിർത്തി. അതൊരു തഫ്സീറാണ്. ഏത്? തടയുന്നത് നിർത്തി. അവർ മഹാ തെറ്റായിരുന്നു അതിലൂടെ ചെയ്തത്. യഫ്അലൂൻ, അവർ അർത്ഥമൊന്നും തന്നെയാണ്. ഹാഫിദീങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ലബിഇസ മാ കാനൂ യഫ്അലൂൻ, അവർ മഹാ തെറ്റായിരുന്നു ആ ചെയ്തത്. എന്ത്? ഒരു പ്രാവശ്യം എതിർക്കുക, എന്നിട്ട് റസൂൽ പറയുന്നു വിശദീകരണത്തിൽ, അവരുടെ അക്കീലായി, അവരുടെ ശരീബായി, അവരുടെ ഖഈദായി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കുന്ന, അവരുടെ കൂടെ താമസിക്കുന്ന, അവരുടെ കൂടെ തിന്നുന്ന ആളായി മാറിയിട്ട് പോലും തെറ്റ് കണ്ടിട്ട് പിന്നെ പറഞ്ഞില്ലേ, കുറേ നിസ്കരിക്കാൻ പറഞ്ഞു, കുറേ ബ്ലൂ ഫിലിം വേണ്ടാന്ന് പറഞ്ഞു, കുറേ തെറ്റ് വേണ്ടാന്ന് പറഞ്ഞു, കൂട്ടാക്കിയില്ല. ഇനി അവർ കാട്ടുപോലെ കാട്ടിക്കോട്ടെ എന്ന് വെച്ചു. അവരെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, പഴയ കാലഘട്ടത്തിൽ അഹ്ലി കിതാബുകൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ ചെയ്തവരെ രക്ഷിച്ചു, ചെയ്യാത്തവരെ ശിക്ഷിച്ചു. മൗനം ദീക്ഷിച്ചവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. ചില റിപ്പോർട്ടുകളിൽ മൗനം ദീക്ഷിച്ചവരെയും ശിക്ഷിച്ചവരെ കൂട്ടത്തിൽ പെടുത്തി എന്ന് പറയുന്നുണ്ട്. അപകടമാണ്. മൗനം ദീക്ഷിക്കലും അപകടമാണ്, ചെയ്യാതിരിക്കൽ അപകടമാണ്. മൗനം ദീക്ഷിക്കാൻ പാടുള്ളതല്ല. ചാൻസ് കിട്ടുകയാണെങ്കിൽ, ഭയപ്പെടുകയാണെങ്കിൽ തെറ്റില്ല. ഭയപ്പെടൽ എന്താണ്? പറഞ്ഞാൽ തടി പോകും, പറഞ്ഞാൽ ജീവൻ പോകുമെന്ന് കണ്ടാൽ പിന്നെ അവിടെ മിണ്ടാതിരിക്കുക. പറഞ്ഞാൽ ജീവൻ പോകുമെന്ന് കണ്ടാൽ, അപകട മേഖലയിലാണെന്ന് കണ്ടാൽ മിണ്ടാതിരിക്കുക. മനസ്സിലായില്ലേ? അല്ലാതെ വല്ല ചാൻസും ഉണ്ടെങ്കിൽ ആ ചാൻസ് ഉപയോഗപ്പെടുത്തണം. ആ ചാൻസൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഉപയോഗപ്പെടുത്തേണ്ട ചാൻസ് തുടങ്ങി വെച്ച ഹദീസിൽ റസൂൽ പറയുന്നത് എന്താണ്? ഔ മുൻകറം ഫലിഗൈറു ബിയദി, കൈകൊണ്ട്, അല്ലെങ്കിൽ ബിലിസാനി, നാവ് കൊണ്ട്, അല്ലെങ്കിൽ ഖൽബ് കൊണ്ട്. അതാണ് അപകട മേഖലയിൽ ഉപയോഗിക്കേണ്ടതായ ശൈലി. എന്താണ്? ഹൃദയത്തിൽ വെറുക്കുക ആ ചെയ്യുന്ന തെറ്റിനോട്, ആ ചെയ്യുന്ന അശ്ലീലം, ആ ചെയ്യുന്ന സന്തൽ പോക്ക്, ആനപ്പോക്ക്, ആ നടക്കുന്ന ഉത്സവങ്ങൾ, ആനപ്പോക്കുകൾ, ആ നടക്കുന്നതായ ഓണം കൊണ്ടാടലുകൾ, ക്രിസ്തുമസ് കൊണ്ടാടലുകൾ. മുസ്ലിങ്ങളെ കുറിച്ചല്ല ചർച്ച. മുസ്ലിങ്ങളല്ലേ ഇപ്പോൾ കൊണ്ടാടുന്നത്. ഇലയും വരുത്തിയിട്ട്, ഈ ഇല വരാണ് മക്കത്തേക്കും മദീനത്തേക്കും ദമ്മാമിലേക്കും. ഈ ഇല കേരളത്തിൽ നിന്ന്, പുഷ്പങ്ങളും ഇലകളും. എന്തിനാണ്? ഓണം കൊണ്ടാടാൻ. ഇപ്പോൾ എലിയും അത് മാത്രമല്ല, ഗായകന്മാർ അവരും കൂടി വന്നു ഇക്കൊല്ലം. എന്തിനാണ്? ശരിക്കും ഓണം കൊണ്ടാടാൻ അല്ലേ? മലയാളികൾ വരുത്തിക്കുന്നതാണ് അതൊക്കെ. അത് പത്രത്തിലും, മലയാളികളുടെ പത്രത്തിലും. നാം ഖുർആൻ ഇറങ്ങിയ നാട്ടിലാണ് എന്ന ബോധമില്ല, വഹി ഇറങ്ങിയ നാട്ടിലാണെന്ന ബോധമില്ല. അതെ, തെറ്റ് എവിടെ ചെയ്താലും തെറ്റാണ്. പക്ഷേ പുണ്യഭൂമിയിലും അതിൻ്റെ പരിസരത്തിലും ചെയ്യുമ്പോൾ എണ്ണത്തിൽ ഒന്നാണെങ്കിലും വണ്ണത്തിൽ കട്ടികൂടും എന്നതുകൂടി ശ്രദ്ധിക്കണം. കാരണം അതിലൂടെ മക്കത്ത് കാട്ടിയില്ലേ നാട്ടിൽ കാട്ടുന്നവർ ചെയ്യും. അപ്പോൾ മക്കത്ത് അങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ മക്കത്ത് അവിടെ
ഗാനമേളകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിക്കാതെ കുടിക്കാതെ, നമുക്കിവിടെ ഗാനമേളകൾ പിടിച്ചിട്ടും കുടിച്ചിട്ടും ചെയ്യാമെന്ന് അവിടുന്ന് അല്ലേ അവിടെയുള്ളവർ കാട്ടും. നാം മാതൃക. ആര് മാതൃക? ഈ പുണ്യഭൂമിയുടെ പരിസരത്തിൽ ചെയ്തവർ മാതൃകയായി മാറും. ആർക്ക്? അവിടെ ചെയ്യുന്നവർക്ക്. അപ്പോൾ അവരുടെ ലിസ്റ്റിൽ, നിന്റെ ലിസ്റ്റിൽ അവർ ചെയ്ത തെറ്റ് നീ പേറേണ്ടി വരും പരലോകത്തിൽ. വയഹ്മിലൂന ഔസാറഹും വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം. അങ്ങനെ ആയത്ത് വയഹ്മിലൂന ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ. പരലോകത്തിൽ അവരുടെ പാപങ്ങളെ പരിപൂർണമായി അവർ പേറുന്നതാണ്, അവരേൽക്കുന്നതാണ്. ഒമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം. അറിവില്ലാതെ അവർ ആരെയെല്ലാം അവരുടെ ക്രൂരകൃത്യത്തിലൂടെ വഴിപഴപ്പിച്ചുവോ അവരുടെ എല്ലാം പാപത്തെ ഇവർ തന്നെ പേറേണ്ടി വരും. അലാ സാഅ മാ യസിറൂൻ. അല്ലാഹു പറയുന്നു, എന്തൊരു ഗതികെട്ട ദുരൂപമാണത്. എന്ത്? മറ്റുള്ളവർ ചെയ്ത തെറ്റുകൂടി പേറേണ്ട ഗതികേട് വരിക. മറ്റുള്ളവർ തെറ്റ് ചെയ്യുക, നാം അതിൻ്റെ കുറ്റം അവർ പേറുന്നതോടുകൂടി നാമും പേറാ പരലോകത്തിൽ. നമുക്ക് നമ്മുടെ തെറ്റന്നെ പ്രശ്നം, അതന്നെ നമുക്ക് പേറാൻ പറ്റൂല. മറ്റുള്ളവരുടെ കൂടി പേറൽ എങ്ങനെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഫലാ യംനഉഹു ذلك أن يكون أكيله وشريبه وقعيده فلما فعلوا ذلك. ഇങ്ങനെ പ്രബോധനം ചെയ്തതോടൊപ്പം പിന്നെ വേണ്ട എന്ന് വെച്ച വിഭാഗത്തെക്കുറിച്ചും തീരെ പ്രബോധനം ചെയ്യാത്തവരെ കുറിച്ചുമെല്ലാം അള്ളാഹു റസൂൽ പറയുന്നു, ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്. പരസ്പരം അള്ളാഹുവിന്റെ ഹൃദയത്തെ അടിച്ചു കളഞ്ഞു, സീലി വെച്ച് കളഞ്ഞു. ലുഇനല്ലദി. എന്നിട്ട് റസൂൽ ഓതിയതായ ആയത്താണ് ഞാൻ ഓതിയ ആയത്ത് ഇപ്പോൾ. ഏത്? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയമ ദാലിക ബിമാ അസൗ വകാനൂ യഅതദൂൻ എന്ന ആയത്ത്. റസൂൽ ഫാസിഖൂൻ എന്നാണ് അവസാനം ആയത്തിൻ്റെത്. അവിടം വരെ ഓതി എന്നാണ് ഹദീസിലുള്ളത്. അതെ. എന്നിട്ട് റസൂൽ പറഞ്ഞു, കല്ല, ഇങ്ങനെ നിങ്ങളിൽ സംഭവിച്ചു പോകരുത് നമ്മളോട്. എൻ്റെ ഉമ്മത്തുകളെ നിങ്ങളങ്ങനെ കാട്ടുന്നവരായി പോകരുത്. ബിൽ മഅറൂഫ്. നിങ്ങൾ നന്മ ജനങ്ങളോട് ഉപദേശിച്ചാലേ തീരൂ. വല തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ തിന്മ വിരോധിച്ചാലേ തീരൂ. വല തഅഖുദുന അലാ യദിൽ ളാലിം. പരാക്രമിയെ നിങ്ങൾ പിടികൂടണം. അവനെ ശിക്ഷിക്കേണ്ട മേഖലകളിൽ അവനെ നിങ്ങൾ ശിക്ഷിച്ചാലേ തീരൂ. വല തഅതുറുന്നഹു എന്ന് പറഞ്ഞാൽ അവരെ മടക്കണം. തത്റുദന്നഹു അല്ലെങ്കിൽ തറുദന്നഹു അലൽ ഹഖ് അത്റാ. സത്യത്തിലേക്ക് അവരെ നിങ്ങൾ മടക്കിയാലേ തീരൂ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കും. ആ ശിക്ഷയിൽപ്പെട്ട ശിക്ഷ എന്താണ്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. മറ്റു ഹദീസിന്റെ സഹായത്തോടുകൂടി എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. ഇപ്പോൾ മനസ്സിലായില്ലേ? നന്മ ഉപദേശിക്കാതിരുന്നാലുള്ള നമുക്ക് സ്വയം ഏൽക്കേണ്ടി വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കിട്ടുന്നത്, ഡിന്നർ വേറെയുണ്ട് അവിടുന്ന്. ഇവിടുന്ന് കിട്ടുന്നത് എന്താണ്? പ്രാർത്ഥിച്ച ഉത്തരവില്ല. അതുകൊണ്ടാണ് നാം ഒക്കെ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടാത്തത്. നാം എന്തൊക്കെ തെറ്റ് കാണുന്നു, നാം എന്തൊക്കെ ക്ലിയറാക്കാൻ പറ്റുന്ന മേഖലകൾ കാണുന്നു. ആ മേഖലകൾ കണ്ടിട്ട് നാം മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. നാം ഇനിമേലിൽ അത് ചെയ്യരുത്. പ്രശ്ന മനുഷ്യന്മാരായി മാറുക എന്ന് പറഞ്ഞ കുഴപ്പക്കാരായി മാറുക എന്നല്ല, പ്രശ്ന മനുഷ്യന്മാരായി മാറുക. ഇന്ന് മുതൽ ഈ ക്ലാസ് കേട്ടത് മുതൽ, ഇത്രയും ആയത്തുകൾ പഠിച്ചിടം മുതൽ ഇനി നാം ഏത് സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നാം ഒരു വ്യത്യസ്തരായ ഉത്തമ സമുദായം എന്നുള്ള വിശേഷിപ്പിച്ച ആ ഇനത്തിൽ പെടണം. ആരായിരുന്നാലും വിരോധമില്ല. നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ഒരു പദമെങ്കിലും അങ്ങോട്ട് കൊടുക്കുക. എവിടെ ചെന്നാലും ഒന്നുമില്ലെങ്കിൽ, തെറ്റ് തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾ ക്ലാസ്സിലേക്ക് വരണമെന്ന് പറയുക. ഒരു കേസറ്റ് കൊടുക്കുക, ഒരു പുസ്തകം കൊടുക്കുക, ഒരു ഉപദേശം നൽകുക, എന്തെങ്കിലും നല്ല വാക്കുകൾ പറയുക. നല്ല വാക്കുകൾ പല രൂപത്തിലും നമുക്ക് പറയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിലൂടെ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ റസൂൽ നല്ല സ്വഭാവം, പുഞ്ചിരിയോട് പുഞ്ചിരി, എപ്പോഴും പുഞ്ചിരി. റസൂലാൻ അങ്ങനെയാണ് അത് ശ്രദ്ധിച്ചത്. എന്ത്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മഹാസ്വഭാവിയുടെ ഉടമ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാസ്വഭാവം. നബിക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല. ദീനിന് വേണ്ടിയല്ലാതെ റസൂൽ കോപിച്ചിട്ടില്ല. ഭാര്യമാരോട് കോപിച്ചിട്ടില്ല. ഭാര്യമാരോട് കോപിച്ചാൽ തന്നെ ആ കോപം പ്രകടമാവില്ല. അത് യുക്തിയുക്തമാണ് റസൂൽ കയ്യാള.
യുക്തിയുക്തമാണ് കൈയാളുക. ഒന്നൊരിക്കലും അവിടുന്ന് വീട്ടിൽ നിന്ന് ഒഴിവായി പോകാം, ഞാനൊരു മാസം വരില്ല എന്ന് പറയാം, എന്നല്ലാതെ ഇടി ഉണ്ടാക്കലല്ല. അടി ഒരു ഭാര്യ റസൂൽ അടിച്ചിട്ടില്ല, ഒരു മഖ്ലൂഖിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. പോരാടുന്ന വേളയിൽ പോർക്കളത്തിലല്ലാതെ ശത്രുക്കളോട്, പോരാടുന്ന വേളയിൽ പോർക്കളത്തിൽ ശത്രുവിനോടല്ലാതെ ഒരു മഖ്ലൂഖിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചതായിട്ട് സഹിയായ റിപ്പോർട്ടിൽ കാണുന്നതല്ല. പുഞ്ചിരി സദഖയാണെന്ന് പഠിപ്പിച്ചു. അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ സദഖയാണെന്ന് പഠിപ്പിച്ചു. എന്താ സദഖ എന്ന് പറഞ്ഞാൽ? ധർമ്മമാണ്. നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക ധർമ്മമാണ്. എത്ര സമ്പാദിക്കാൻ സാധിക്കും നമുക്ക് ദൈനംദിനം? നമ്മൾ എന്നിട്ട് പലരൊക്കെ ഈ ഇത് എന്താണ് കഫീലിൻ്റെയോ സ്വന്തമോ ചരക്കുകൾ വിതരണം ചെയ്യുന്നതായ വകുപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും. എപ്പോഴും കാറുമായി ഇങ്ങനെ കറങ്ങുന്നവർ. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ബാധ്യത. കൂടുതൽ അവർക്കാണ് ചാൻസ്. ഏത് കടയിലും കയറാം, ഏത് സ്ഥലങ്ങളിലേക്കും ചെല്ലാം, ഏത് സമയത്തും കാസറ്റ് കേട്ടുകൊണ്ടിരിക്കാം, CD കേട്ടുകൊണ്ടിരിക്കാം, ഏത് സമയത്തും കാസറ്റുകളും CD-കളും എത്തിച്ചുകൊണ്ടിരിക്കാം. പല സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ചാൻസുമുണ്ട്. ഇതെല്ലാം ഡ്രൈവർമാർക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവർ കിട്ടിക്കോളുമെന്നില്ലല്ലോ. അതേ സന്ദർഭത്തിൽ ജോലി കടയിലിരുന്ന് ചെയ്യുകയാണെങ്കിലോ, എന്നാലും കടയിലേക്ക് വരുന്നവരിലേക്ക് അത് കടയിലേക്ക് പിന്നെ ആൾക്കാർ നിൽക്കുമെന്ന് പേടിയുണ്ടാവും ചില ആൾക്കാർക്ക്. അത് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? വിറ്റ് വാങ്ങി പോകുന്ന വേളയിൽ കാസറ്റ് കൊടുത്താൽ മതി. വിറ്റ് വാങ്ങി പോകുന്ന വേളയിൽ കാസറ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആൾ പിന്നെ വരുന്ന നിന്ന് പോകണ്ടെന്ന് പേടിയുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെയ്യണ്ട. തുടക്കത്തിൽ തന്നെ ചെയ്താൽ പിന്നെ ആളെ കിട്ടില്ല എന്ന് പേടിയുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? എന്നാലും നിങ്ങളുടെ കടയിലേക്ക് വരുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായി ബന്ധം പുലർത്തി എന്നും സ്ഥിരമായി നിങ്ങളുടെ വീട് എവിടെ, നിങ്ങളുടെ നമ്പർ ഏത്, നിങ്ങളുടെ താമസം എവിടെ, ഇതൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് അവരുമായി ബന്ധം ശക്തിയാക്കുക. എന്നിട്ട് പിന്നെ ക്ലാസ് പറഞ്ഞാൽ മതി. ക്ലാസ് ആദ്യം കേൾക്കുമ്പോൾ പ്രയാസമുണ്ടെന്ന് തോന്നുന്ന വകുപ്പാണെന്ന് മനസ്സിലാകുകയാണെങ്കിൽ. എന്നാലും വെറുതെ നിൽക്കരുത്. എത്ര പേര് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ കൊല്ലങ്ങൾ മുമ്പ് ഒരു ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല, തായിഫിലോ മറ്റോ പരിസരത്തിൽ, അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നത് മദീന കാസറ്റാണ്. പണ്ടൊന്നും കേരളത്തിൽ നിന്ന് കാസറ്റ് വരുന്നതെന്ന് തുടങ്ങിയിട്ടില്ല. അതൊക്കെ പിന്നെയാണ് വികസിച്ചത്. കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പണ്ഡിതന്മാർ വികസിച്ചതും പണ്ഡിതന്മാർ അധികരിച്ചതും. അതൊക്കെ പഴയ മനുഷ്യന്മാർക്കൊക്കെ അറിയുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഇവിടുന്ന് പോകുന്ന കാസറ്റുകൾ വരുന്ന രോഗികൾ, അയാൾ ക്ലിനിക്കിൻ്റെ ഉടമയാണ്, ഡോക്ടറെ, മലയാളി ഡോക്ടർ, ക്ലിനിക്കിൻ്റെ ഉടമയാണ്. വരുന്ന മലയാളികളാകുന്ന രോഗികൾ ഇരിക്കുന്ന റൂമിൽ അദ്ദേഹം ഒരു സെറ്റ് വെച്ച് കൊടുത്തിട്ട് ആ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അഥവാ ചികിത്സക്ക് കടക്കുന്നത് വരേക്കും എന്തെങ്കിലും ഒന്ന് കളിപ്പിക്കും. അത് അദ്ദേഹത്തിൻ്റെ ദഅവത്താണ്. എന്നിട്ട് അതിലൂടെ ധാരാളം കാസറ്റ് വിതരണം നടന്ന് ധാരാളം പേരെ ക്ലാസ് മെമ്പർമാരാക്കി മാറ്റാൻ ആ ഡോക്ടർക്ക് സാധിച്ച വാർത്ത എനിക്കെത്തിയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് അദ്ദേഹം ചെയ്തൊരു ചെറിയ സേവനമാണ്. അങ്ങനെ എത്ര പേർക്ക് ഏതെല്ലാം രൂപത്തിൽ അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്യുവാനും ദഅവത്ത് നൽകുവാനും ഉള്ള മേഖലകൾ ഉപയോഗിക്കണമെന്ന നിർബന്ധമുണ്ടായവർക്ക് സാധിച്ചിട്ടുണ്ട്. അതോടുകൂടി ആത്മാർത്ഥതയുണ്ടായാൽ മതി. പരലോകമോക്ഷം നേടാൻ അത് തന്നെ മതി. സ്വർഗം കിട്ടാൻ അത് തന്നെ മതി. അള്ളാഹിൻ്റെ പ്രീതി നേടാൻ അത് തന്നെ മതി. ആ ഇനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അപ്പോൾ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ് ഫസൗഫ നുതീഹി അജ്റൻ അളീമാ. ഞാൻ അവസാനം പറഞ്ഞ വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്ത്? നിങ്ങൾ എന്ത് സമ്മേളനങ്ങൾ സമ്മേളിക്കുകയാണെങ്കിൽ, എന്ത് കോൺഫറൻസുകൾ, എന്ത് രഹസ്യ സംഭാഷണങ്ങൾ, ഇതെല്ലാം ചെയ്യുന്ന വേളയിൽ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് സദഖ. എന്താണ് സദഖ? നല്ല ഇല്ലാ മൻ അമറ ബി സദഖ, ധർമ്മം കൽപ്പിക്കുക, ഔ മഅറൂഫ്, അല്ലെങ്കിൽ നന്മകൾ കൽപ്പിക്കുക, ഔ ഇസ്ലാഹും ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുള്ളവരാണെങ്കിൽ ഭിന്നിപ്പ് മാറ്റാൻ, അല്ലെങ്കിൽ പരസ്പരം ബന്ധമില്ലാത്തവരാണെങ്കിൽ ബന്ധമുണ്ടാക്കാൻ, അല്ലെങ്കിൽ കുഴപ്പമുള്ളവരാണെങ്കിൽ കുഴപ്പം മാറ്റാൻ. സമ്മേളനങ്ങളെ, നിങ്ങൾ ആ ഒരുമിച്ച് കൂടലുകളെ, നിങ്ങൾ ആ കോൺഫറൻസുകളെ, നിങ്ങൾ ആ ചർച്ചകളെ ഏത് സന്ദർഭത്തിൽ ഏത് മേഖലകളിൽ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു മൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, ആരെങ്കിലും ഈ പറഞ്ഞ സേവനം ചെയ്തത്, ഈ പറഞ്ഞ പ്രവർത്തനം ചെയ്തത് അല്ലാഹുവിന്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചിട്ടാണെങ്കിൽ ഫസൗഫ നുതീഹി അജ്റൻ അളീമാ, മഹാപ്രതിഫലം ഞാൻ പരലോകത്തിൽ അങ്ങനെയുള്ള
മറ്റുള്ളവർക്ക് നൽകുമെന്ന് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അള്ളാഹിൻ്റെ വാഗ്ദാനമാണിത്. സൂറത്തുൻ നിസായിലൂടെ അള്ളാഹുവിൻ്റെ മതത്തെ പ്രചരിപ്പിക്കാൻ നല്ല വാക്കുകൾ, ഏത് ഒരുമിച്ച് കൂടലുകൾ, ഏത് രണ്ടാൾ മീറ്റാകുന്ന വേളയിൽ ഇന്ന് മലയാളികൾ സലാം പറയൽ തന്നെ കുറവാണ്. ഇപ്പോൾ വിദേശത്ത് വന്ന ശേഷം അത് വികസിച്ചിട്ടുണ്ടെങ്കിലും പണ്ടില്ല. ഇപ്പോഴും കേരളത്തിൽ നിന്ന് വരുന്നവരിലില്ല. നമുക്കറിയാവുന്നത് പോലെ അതിങ്ങനെ ലമാമിൻ മുസ്ലിമൈനി യൽതഖിയാനി യതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വാക്കാണ്. മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി യതസാഫഹാനി, ഏത് രണ്ട് മുസ്ലിം ഒരുമിച്ച് കൂടുന്ന വേളയിൽ അവർ രണ്ട് പേര് പരസ്പരം കൈ കോർത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഹസ്തദാനം ചെയ്യുക. എന്നിട്ടോ സലാം പറയുന്നതോടൊപ്പം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്തദാനം ചെയ്യുക. എന്നിട്ട് വിട്ടു പിരിയുകയാണെങ്കിൽ അവർ രണ്ടുപേര് വിട്ടു പിരിയുന്നതിന് മുമ്പായി അവർ രണ്ടുപേരുടെയും ചെറുദോഷങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്തോ ഒരു നേട്ടം വെറും സലാം പറഞ്ഞുകൊണ്ട് വിട്ടുപിരിയുമ്പോൾ. അപ്പോൾ അവിടെ ദഅവത്ത് വന്നു, സലാം പറയൽ വേണ്ടതുണ്ടെന്ന് വന്നു. അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ ചിഹ്നത്തിലേക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ ചെലുത്തൽ വന്നു. ഇതൊക്കെ നാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എത്രയാണ്. നാം ഇത്ര നേട്ടങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അറിയാതെ നഷ്ടപ്പെടുത്തി പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഭാവിയിൽ ജീവിതത്തെ മുന്നോട്ട് തെളിച്ചു കൊണ്ടുപോകുവാൻ മദീന ജീവിതത്തിലും ഭാവി ജീവിതത്തിൽ ആസകലവും അള്ളാഹു നമുക്കും ഈ സാധുവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ